നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 10 നാൾ. പ്രചാരണ ഗോതയിൽ അരയും തലയും മുറുക്കി കുതുക്കുകയാണ് മുന്നണികൾ. ടീമുകളായി തിരിഞ്ഞ് നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തി വോട്ടേഴ്സിന് ഒരു തവണ കൂടി കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഒപ്പം താരപ്രചാരകരും രംഗത്തിറക്കിയിട്ടുണ്ട് പാർട്ടികൾ. ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഡീൽ ആരോപണങ്ങളും വികസന വിഷയങ്ങളും പ്രചാരണ വേദികളിൽ മുഴങ്ങിക്കേട്ടു. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വസ്തുതകളുടെ സൂക്ഷ്മ വിശകലനവും സമഗ്ര അവലോകനവുമായി നമ്മൾ തുടങ്ങുന്നു മൈ ജി ഫ്യൂച്ചർ ദി ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ്. സ്വാഗതം. ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് നമുക്ക് നമ്മുടെ അവതാരകരെ ക്ഷണിക്കാം. ഹാഷ്മി താജ് ഇബ്രാഹിം, കെ ആർ ഗോപികൃഷ്ണൻ, അസിത സേർ, ബി ദിലീപ് കുമാർ. അപ്പോൾ ഡീൽ ആരോപണങ്ങളിൽ വട്ടം തിരിഞ്ഞ നമ്മുടെ രാഷ്ട്രീയ പോർമുഖത്ത് പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ചയാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ടോ? ഇതൊരു സുപ്രധാന ചോദ്യമാണ്. ഇന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി. CPIM-നെ രക്ഷിക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറക്കുന്നു എന്നായിരുന്നു അടൂരിലെ UDF പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. പത്തനംതിട്ടയിലെ പ്രചാരണ വേദികളിൽ പോറ്റിപ്പാരടി ഗാനം പാടിയാണ് രാഹുൽ ഗാന്ധി ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇന്ന് ഉന്നയിച്ചത്. Now I have a question for you. Swarnam Katatu Arappa. Swarnam Katatu Arappa. So it's very interesting because from this line you can understand the truth of the election in Kerala. On the LDF side, they literally stole the gold from Ayyappa's temple and replaced it with brass. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വിശദീകരണം. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഈ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് കൂടി. ശബരിമലയെ കുറിച്ച് മിണ്ടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലോ. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ആവശ്യമില്ല. എല്ലാ ദിവസം അതേ ഇഷ്യൂവിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? ഇത് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കോൺഗ്രസ്സുകാർ നേട്ടം ഉണ്ടാക്കും എന്നൊരു ധാരണ എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ഒരു ഇഷ്യൂ ആണ്. ശബരിമലയെ കുറിച്ച് കൊച്ചിയിൽ നരേന്ദ്രമോദിജി വന്നപ്പോ എന്ത് പറഞ്ഞു? ആരാണെങ്കിലും ഈ കൊള്ളക്കാര് ചെയ്ത് ഈ തെറ്റ് ഞങ്ങൾ വിടില്ല, അത് മോദിന്റെ ഗ്യാരണ്ടി ആണെന്ന് കൊച്ചി ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞില്ലേ? അപ്പോ അത് ശബരിമലയല്ലേ? നമ്മൾ ആദ്യം പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗമൊക്കെ കേട്ട നമ്മുടെ പ്രതിനിധി ഷിജോ കുര്യനിലേക്കാണ്. ഷിജോ, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ പല ഘട്ടങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരേ ഒരു വിഷയം ഡീൽ 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 എന്നായിരുന്നു. ആ വിഷയത്തിൽ നിന്നൊരു ഫോക്കസ് ഷിഫ്റ്റിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. ഡീൽ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് തന്നെ ആ ഫോക്കസ് ഷിഫ്റ്റിന് ഊന്നൽ നൽകുന്നു. രാഹുൽ ഗാന്ധി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJPയുടെ ബോധപൂർവമായ മൗനത്തെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞത്? ഈ വിഷയത്തെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് സമീപിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് രാഹുൽ ഗാന്ധി നൽകിയത്. ഷിജോ, സുഹൈലെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സർക്കാരിനെതിരെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ തരത്തിൽ ആയുധമാക്കിയതാണ്. ഒരു തരത്തിലും സഭാ സമ്മേളനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം കാണിച്ച പ്രതിഷേധമൊക്കെ കേരള പൊതുസമൂഹം മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ഇവരെയൊക്കെ ചോദ്യം ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ വലിയ തരത്തിലായിരുന്നു അക്കാലത്ത് UDF-ന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പ്രതിഷേധം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ UDF സംസ്ഥാന സർക്കാരിനെതിരെ LDF-നെതിരെ വലിയ തരത്തിൽ പ്രധാനായുധമാക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ രീതിയിൽ സർക്കാരിനെതിരെ ആയുധമാക്കിയാൽ അത് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. വിശ്വാസ സംരക്ഷണത്തിനൊപ്പം UDF എക്കാലത്തും മതനിരപേക്ഷതയ്ക്കൊപ്പം നിലനിൽക്കുന്ന പ്രസ്ഥാനം UDF ആണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മതനിരപേക്ഷതയ്ക്കൊപ്പമാണ് എന്ന് LDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറയുമ്പോഴും അവരതിനകത്ത് ഏതൊക്കെയോ രീതിയിൽ കപടതയുടെ മുഖം കൂടി അതിനകത്ത് ഒട്ടിക്കുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് UDF LDF-ന്റെ ഉയർത്തുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോഴുള്ള
ഉള്ള ഒരു കേരളത്തിലെ സന്ദർശനം, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും കോട്ടയത്തും ഏതാണ്ട് 3-ലധികം പരിപാടികൾ 2 ജില്ലകളിലായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ഇവിടെ എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് അടൂരിലായിരുന്നു ആദ്യത്തെ പരിപാടി, രണ്ടാമത്തേത് ആറന്മുള നിയോജക മണ്ഡലം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ടൗണിലും. ഈ രണ്ടിടത്തും രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചത് ശബരിമല വിഷയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതായത് ആറന്മുള നിയോജക മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തുടങ്ങുന്നത് സ്വർണ്ണം കട്ടവൻ ആരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആ പാരഡി ഗാനത്തിന്റെ ആദ്യ 2 വരി പാടിക്കൊണ്ട് രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എന്തുകൊണ്ട് BJP ഒരു പ്രചനായുധമാക്കുന്നില്ല? BJP എന്തുകൊണ്ട് കോന്നിയിലടക്കം, അല്ലെങ്കിൽ ഈ പറയുന്ന റാന്നി ശബരിമല സ്ഥിതി ചെയ്യുന്ന നിയോജക മണ്ഡലമാണ്, അവിടെ എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു? അവിടെ ശബരിമല വിഷയം പോലും ഒരു ചർച്ച ചെയ്യാതെ NDA സഖ്യം മാറി നിൽക്കുന്നു? അവിടെയാണ് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീലുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് UDF ആരോപിക്കുന്നത്, രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഈ വരുന്ന ദിവസങ്ങളിൽ അങ്ങോട്ട് ഇനിയുള്ള 10 നാൾ ഇതുവരെ കാണാത്ത തരത്തിൽ വലിയ വിവാദ വിഷയമാക്കി സംസ്ഥാന സർക്കാരിനെതിരെ UDF കൊണ്ടുപോകും. അതിന്റെ ഒരു സൂചന കൂടി നൽകുന്നതാണ് വിവിധയിടങ്ങളിൽ കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം. ഇതിനകത്ത് ഒരു തരത്തിലും ഒരു വിശ്വാസികൾക്കൊപ്പം നിൽക്കാതെ ഒരു സമീപനം UDF സ്വീകരിക്കില്ല. എക്കാലവും UDF വിശ്വാസികൾക്കൊപ്പമാണ്. ലോകത്ത് നിന്ന് വിവിധ തരത്തിലുള്ള ആളുകൾ വരുന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടെ ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം കക്കാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു, CPM കൂട്ടുനിന്നു. സർക്കാരിലെ ഉന്നതരായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ MLA-യും CPM മുതിർന്ന നേതാവുമായിട്ടുള്ള പത്മകുമാർ അടക്കമുള്ള ആളുകളും കൂട്ടുനിന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കുണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവന് പങ്കുണ്ട്. അത്തരം ആരോപണങ്ങളൊക്കെ UDF ഇപ്പോഴും ഉയർത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് നാളുകളിലും ഈ വിഷയം കൂടുതൽ ശക്തിയുതം ഉന്നയിക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. അതിന് ഒരു തിരികൊളുത്തുകയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വന്ന് പ്രസംഗിക്കുകയും ചെയ്തത്. സോയിൽ എന്തായാലും ഷിജോ കുര്യനാണ് ഇപ്പോൾ ഈ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ചർച്ചയിലേക്ക് പോകണം. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനും കഴിയില്ല. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി തന്നെയാണ് കോൺഗ്രസ്. നിയമസഭകൾ നമ്മൾ കണ്ടതാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ ഡീൽ എന്നൊരു വിഷയത്തിലേക്ക് വന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനെ മുഴുവനായി എടുത്തു കളഞ്ഞു. ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ സ്വർണ്ണക്കൊള്ള വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ ആർക്കാണ് മെച്ചം, ആർക്കാണ് കോട്ടം? ഒപ്പം ഒരു കാര്യം കൂടി, ബോധപൂർവമായ ഒരു മൗനം വിഷയത്തിൽ BJP ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ആരോപണങ്ങൾ CPM നേരിടേണ്ടി വരും? ഹാഷ്മി. സുഹൈൽ, ശരിയാണ്, കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഡീൽ ഉറച്ചു നിന്നു. അതിനുശേഷം ഞാൻ കരുതുന്നത് അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ച ഒരു വജ്രായുധം എന്നുള്ള നിലയ്ക്കായിരിക്കണം ഇന്ന് രാഹുൽ ഗാന്ധി പോറ്റിയെ കയറ്റിയെ ഒക്കെ പാടുന്നത്. സുഹൈൽ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചർച്ച പ്രധാനമന്ത്രി പറഞ്ഞതെന്ത് എന്നതല്ല, പറയാതിരിക്കുന്നെന്ത് എന്നതാണെന്ന് ഇന്നലെ തന്നെ പറഞ്ഞു. ഏതാണ്ട് അതേ മട്ടിൽ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പായി പോവുകയാണ്. നേരത്തെ റാന്നിയിലെ ആ സ്ഥാനാർത്ഥി ഞങ്ങൾ ആരെയും കരിവാരത്തേക്കാനില്ല, വികസനം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നവിടെ NDA സ്ഥാനാർത്ഥി പറയുമ്പോഴേക്കും നമ്മൾ കരുതിയത് അദ്ദേഹം 2020 സ്ഥാനാർത്ഥിയാണ്, രാഷ്ട്രീയ പക്വതയില്ലാത്ത പ്രതികരണം എന്നാണ് കരുതിയതെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയല്ല എന്ന് തെളിയിച്ചു. ഇന്ന് രാവിലെ നമ്മൾ മോർണിംഗ് ഷോ കലൂരിലായിരുന്നു. കലൂരിൽ പോകുമ്പോൾ PR ശിവശങ്കറിനെ കണ്ടു. PR ശിവശങ്കർ ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിന് അടിസ്ഥാനമില്ലാത്തവണ്ണം PR ശിവശങ്കർ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന വിഷയം വികസനം മാത്രമേ ഞങ്ങൾ എടുത്തു ചോദിക്കുന്നു, ശബരിമല ഉന്നയിക്കുന്നില്ല, വികസനം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ എന്ന് PR ശിവശങ്കർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2020 സ്ഥാനാർത്ഥിയല്ല, BJP-യുടെ നേതാവാണ്, BJP-യുടെ ചർച്ചകൾ വരുന്ന വക്താവാണ് എന്ന് പറഞ്ഞാൽ അതപ്പോൾ പ്ലാൻഡാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശബരിമല വിഷയം ഉയർത്താൻ തീരുമാനിക്കുന്നില്ലെന്ന് പ്ലാൻഡാണ്. എന്താണ് കാരണം? ഞാൻ പറഞ്ഞു പൂർത്തിക്കോട്ടെ. എന്താണ് കാരണം? എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഈ ശബരിമല ക്ഷേത്രക്കുള്ള വിഷയത്തിൽ BJP-യുടെ സമരം പഴയ യുവതീ പ്രവേശ സമയത്ത് നോക്കുകയാണെങ്കിൽ അഗ്രസീവേ ആയിരുന്നില്ല. അഗ്രസീവായ സമയമുണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയാമോ? ഈ ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലുള്ള ക്രമക്കേട് കോൺഗ്രസിനെതിരെ ആരോപണം വന്നപ്പോഴേക്കും അവർ അഗ്രസീവായി പ്രിയങ്കാ ഗാന്ധിയുടെ അവസ്ഥയിലേക്ക് സമരമാകെ ജഗമൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പോൾ നറേറ്റീവ് എന്താണ്? ശബരിമല കക്കുന്നവർ LDF-ഉം UDF-ഉം, ശബരിമല കാക്കാൻ BJP എന്നൊരു നറേറ്റീവ്. അതിനുശേഷം കോടതി വിധി വന്നു, കൊടിമര പ്രതിഷ്ഠയിൽ ഒന്നുമില്ലെന്ന് മനസ്സിലായി. അതോടെ ആ നറേറ്റീവ് പൊട്ടി. അതോടുകൂടി BJP ആ വിഷയം വിട്ടു. അതൊന്നാമത്. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ തന്നെ ഈ ശബരിമല വിഷയം ആ യുവതീ പ്രവേശനം ആഞ്ഞു ചർച്ചയാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ BJP-ക്ക് നേരിടേണ്ടത് എന്താണ്? K. സുരേന്ദ്രൻ അടക്കം കെട്ടിവെച്ച കാശ് കിട്ടാതെ പൊട്ടിപ്പോയ ലോക്സഭാ കൈപ്പനുഭവം അവർക്കുണ്ട്. അതിന് നേട്ടം കിട്ടിയത് ആർക്കാണ്? കോൺഗ്രസിനാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ RSS-ന്റെയും BJP-യുടെയും പ്രഖ്യാപിത മോട്ടോ എന്നുള്ളത് കോൺഗ്രസ് മുക്ത ഭാരതം. ഞാൻ പറഞ്ഞു വ്യക്തമാകും. അവർ പ്രഖ്യാപിത ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണെന്നിരിക്കെ ഈ പറഞ്ഞ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു രാഹുൽ ഗാന്ധിക്ക് ഒരു മുഖ്യമന്ത്രി കിട്ടൽ നരേന്ദ്രമോദിക്ക് താങ്ങാവതല്ല എന്നിരിക്കെ
ഉറപ്പായും ശബരിമല ഉന്നയിക്കേണ്ടതില്ല എന്ന വിഷയം അത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനമാണെന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. ഇന്ന് SKനോട് രാജീവ് ചന്ദ്രശേഖർ RC അക്കാര്യം പറഞ്ഞു. പക്ഷേ ചോദ്യത്തിന് നേർക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു പറ്റില്ല എന്നതുകൊണ്ട് പറഞ്ഞങ്ങ് മാറി എന്നത് അത്ര ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾ പറയുന്നുണ്ട്. എപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത്. ഞാൻ എന്തായാലും ഹാഷ്മിതാജ് ഇബ്രാഹിം തിരികെ നമ്മൾ ഗോപിച്ചറിലേക്ക് പോവാണ്. ജികെ, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലൊരു ബോധപൂർവമായ മൗനം എന്ന് BJPയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആ ബോധപൂർവമായ മൗനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാം? ഒന്ന്, നമ്മൾക്ക് അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പാഠം. അവർ ഈ ഇത്തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. അങ്ങനെ CPM ഒരു വിശ്വാസ പ്രശ്നം ഉയർത്തുമ്പോൾ അതിന്റെ ബെനഫിറ്റ് ഉണ്ടാകുന്നത് കോൺഗ്രസിനാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു ബോധപൂർവമായ മൗനം? അതോ ഇപ്പോഴൊക്കെ കോൺഗ്രസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ബോധപൂർവമായ മൗനത്തിന്റെ പിന്നിൽ ഒരു CPM BJP ഡീലുണ്ടെന്ന ആഖ്യാനങ്ങൾ അത് എത്ര കണ്ട് ശരിയായിരിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ള സുഹൈൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒറ്റകക്ഷിയല്ലേ ഉള്ളൂ, ഒരു മുന്നണിയല്ലേ ഉള്ളൂ. അത് നമുക്കറിയാം, ഇടതു മുന്നണിയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വിഷയമായാൽ ഇതിന് വോട്ടുണ്ടെങ്കിൽ അത് ലഭിക്കേണ്ടത് BJPക്കും അല്ലെങ്കിൽ NDAക്കും UDFനുമാണ്. 2019 ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയല്ല, അതൊരു വിശ്വാസ പ്രശ്നം എന്ന നിലയിൽ യുവതീ പ്രവേശന വിഷയം ചർച്ചയായപ്പോൾ അത് വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കി, BJPക്കും ഉണ്ടാക്കി. നമുക്കറിയാം, BJPയിൽ തെരുവിലിറങ്ങി നടത്തിയ സമരമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു ആ തരത്തിലൊരു സംഭവം. അവിടെ അതിന്റെ ഗുണഭോക്താക്കളായി മാറിയത് UDF ആണ്. തൊട്ടുപിന്നാലെ 2020 ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു. ശബരിമല യുവതീ പ്രവേശനം ഒരു ചർച്ചയായില്ല. കാരണം BJPക്ക് അത് ചർച്ചയാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. കാരണം ഗുണഭോക്താക്കളായി മാറിയത് അന്ന് UDF ആയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് അനുകൂലമായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതും ഇടതുമുന്നണിക്ക് അനുകൂലമായ ജനവിധിയായി. അവിടെയും ശബരിമല യുവതീ പ്രവേശനം ഒരു ചർച്ചാ വിഷയമാക്കിയില്ല. അതിനുശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് കേവലം ഒരു വിശ്വാസ പ്രശ്നമല്ല, അതൊരു തട്ടിപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ആ തട്ടിപ്പിന് ഇടനില നിൽക്കുകയോ വഴിയൊരുക്കുകയോ അതിന്റെ കാരണക്കാരാവുകയോ ചെയ്തത് ഇന്നത്തെ സർക്കാരാണ് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ BJP സ്വാഭാവികമായിട്ടും എന്ത് കരുതണം? 2020 ഞാൻ പറഞ്ഞത് ആദ്യത്തെ ശബരിമലയിൽ വിശ്വാസ പ്രശ്നം വന്ന സമയത്ത് പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ശബരിമല എന്ന് പറഞ്ഞാൽ ജയിലിൽ പോകേണ്ട സ്ഥിതിയാണുള്ളതെന്നാണ്. അതിനുശേഷം 2026 ജനുവരി 23 അദ്ദേഹം തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനത്ത് സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം കൊടുത്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അന്ന് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം BJP അധികാരത്തിൽ വന്നാൽ, നമ്മൾ കേൾക്കേണ്ടത് BJP അധികാരത്തിൽ വന്നാൽ സമഗ്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ്. അതായത് പിന്നീട് എന്തുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അവർക്കൊരു വിഷയമല്ലാതായി മാറുന്നത്? ഇന്നലെ പാലക്കാട് വന്ന് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല യുവതീ പ്രവേശനവും ആത്യന്തികമായ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, അതായത് വോട്ടിന്റെ കാര്യത്തിൽ ഗുണഭോക്താക്കളാകാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊരു തിരിച്ചറിവ് സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഈ വിഷയം സജീവ ചർച്ചയാകുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ഇടതുമുന്നണിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഇടതുമുന്നണിക്കെതിരായിട്ടുള്ള ഒരു ജനവികാരമായി മാറാനും അത് വോട്ടുകളിൽ പ്രതിഫലിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണോ BJP മൗനം പാലിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഡീൽ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സാമാന്യ ബുദ്ധിയിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. ഞാൻ അങ്ങനെ ഉണ്ടെന്നല്ല പറഞ്ഞത്, ഒരു സാഹചര്യവും സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടി അവിടെയുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി പറയാതിരിക്കുക, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എന്നും പറയേണ്ടതില്ലല്ലോ എന്ന്. പക്ഷേ NDAയുടെ ഒരു സ്ഥാനാർത്ഥിക്കും അതിൽ താല്പര്യമില്ല. പലപ്പോഴും പറയുന്നേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതായത് അത് BJP ആണല്ലോ, അത് വിശ്വാസികളുടെ പാർട്ടിയാണല്ലോ എന്നൊക്കെയുള്ള ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഒരു വിശ്വാസവും ഇല്ല. ഇത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. കേരള രാഷ്ട്രീയ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങളിലും BJPക്ക് എഡ്ജ് കിട്ടുന്നില്ല എന്ന വസ്തുതയാണ്. അത് പ്രധാനപ്പെട്ട കാരണം മുഖ്യധാര പ്രതിപക്ഷം UDF ആണ്. ഇവിടുത്തെ മതേതരബോധം അത്രത്തോളം കരുത്തുള്ളതാണെന്ന് കൂടി ഞാൻ കരുതുന്നു. അസദയിലേക്ക്, അസദ, ഈ
സ്വർണ്ണക്കൊള്ള വിഷയം അത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതിനു മുമ്പ് നിയമസഭകൾ അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ സമ്മേളനങ്ങൾ ചർച്ചയായിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്ന് മാറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ തുടക്കത്തിൽ ഡീലെന്ന ആരോപണം ഉന്നയിച്ചു, പിന്നീട് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിലേക്ക് വരുന്നു. സ്വർണ്ണക്കൊള്ളയിലേക്ക് ചിലപ്പോൾ അവർക്ക് വരാൻ കുറച്ചുകൂടി ഊർജ്ജം നൽകി ചിലപ്പോൾ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചീറ്റ് ആയിരിക്കും. അത് അവരുടെ അഭിപ്രായമാണ്. എപ്പോൾ ഉയർത്തേണ്ട ഇങ്ങനെ ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു കോട്ടം അടിത്തറ വോട്ടുകൾ ഉണ്ടാകും CPM എന്നൊരു ഭയം CPM ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സിത? സുഹൈൽ, ഇതിപ്പോൾ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ ഇത് പരസ്യമായി വന്ന് പറയുന്നുണ്ടോ പറയുന്നില്ലേ, ശബരിമല ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ എന്നതിനപ്പുറം ഗ്രൗണ്ടിൽ ശബരിമല ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രാദേശികമായി നടക്കുന്ന പ്രചാരണത്തിലടക്കം ശബരിമല വലിയ വിഷയമായി ഇപ്പോഴും വരുന്നുണ്ട്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ SKN നൽകിയ അഭിമുഖത്തിലടക്കം അദ്ദേഹം അവരുടെ ടാഗ് ലൈൻ എടുത്തു പറയുന്നുണ്ട്. അതായത് സ്വർണം കട്ടവരെ മതിയായി എന്നുള്ള നിലയിൽ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള പ്രചാരണ മുദ്രാവാക്യത്തിന് മറുപടിയായി മറ്റാരുണ്ട് അയ്യപ്പന്റെ സ്വർണം കക്കാനല്ലാതെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് ചെയ്യുന്ന ആധാരം രാഹുൽ ഗാന്ധി വന്ന് വീണ്ടും കേരളത്തിൽ ഈ വിഷയം സജീവമാക്കി കൊണ്ടുവരുന്നതോട് കൂടിയാണല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിയുടെ ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഈ ആകാശത്ത് കൂടി പോകുന്നത് ഏണി വെച്ച് കയറി വാങ്ങുക എന്നൊരു പ്രയോഗമുണ്ട്. അതിന്റെ പ്രാക്ടിക്കാലിറ്റിയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലൂടെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയം ഏത് സമയത്ത് ഉന്നയിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്. അത് അവരുടെ പരിധിയിൽ വരുന്ന കാര്യവുമാണ്. പക്ഷേ ഒരു വിഷയം ഉന്നയിക്കുന്നതിന് മുൻപ് തങ്ങളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഒരു ദേശീയ പാർട്ടിക്ക് ആ ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ പല രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലേ. പക്ഷേ സ്വർണം കട്ടവരും സ്വർണം വിറ്റവരും സ്വർണം വാങ്ങിയവരും ഒരേ ഫ്രെയിമിൽ വന്ന ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. അത് സോണിയാഗാന്ധിക്കൊപ്പം ഈ പ്രതികൾ എല്ലാവരും നിൽക്കുന്ന ചിത്രമാണ്. കുറെ ചിത്രങ്ങൾ പുറത്തു വന്നതുകൊണ്ടോ ഇവർ സോണിയാഗാന്ധിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു എന്നതുകൊണ്ടോ ഇവർക്ക് എങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതികളാണ് എന്നെ കൂടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞതുകൊണ്ടോ സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊരു ആരോപണവും നമുക്കില്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ വലിയ തരത്തിൽ ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നു, ഇത് ചർച്ചയാകുന്നു, കോൺഗ്രസിനോട് ചോദ്യം വരുന്നു. ഇന്ന് വരെ രാഹുൽ ഗാന്ധിയോ ഏതെങ്കിലും ഒരു ദേശീയ നേതാവോ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ആ സാഹചര്യം എന്നുള്ളത് ഇതുവരെ അവർ വിശദീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ CPIM-ന് നേരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നേരെ ആരോപണം നീളുമ്പോൾ എല്ലാ നേതാക്കളുടെ പ്രതികരണങ്ങൾ തേടാറില്ലേ നമ്മൾ? ഈ വിഷയം ഗ്രൗണ്ടിൽ ചർച്ചയാവുകയാണെങ്കിൽ, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിൽ കാറ്റലിസ്റ്റായി ഒരു വിഷയം കാറ്റലിസ്റ്റായി എന്നേ പറയാൻ പറ്റുള്ളൂ. പരമപ്രധാനമായ ഈ വിഷയമാണ് അലയടിച്ചതെന്നൊന്നും അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. പക്ഷേ ഇത് വീണ്ടും ചർച്ചയാകുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നടക്കം നമ്മൾ എവിടെയോ മറന്നു വെച്ച പാരഡി പാട്ട് വീണ്ടും പാടുമ്പോൾ അത് LDF-ന് കോട്ടമാകും എന്നൊരു തോന്നലുണ്ടോ? ഞാൻ അതാണ് പറഞ്ഞു വന്നത് സുഹൈൽ. രാഹുൽ ഗാന്ധി വന്ന് ഈ വിഷയം വീണ്ടും ഉന്നയിക്കുമ്പോൾ അത് വീണ്ടും അത് UDF-ന്റെ നെഞ്ചത്തേക്ക് ബൂമറാങ്ങായി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം വരുന്ന പ്രതികരണങ്ങളടക്കം നമ്മൾ കാണുന്നത്, ഈ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലടക്കം കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ വന്ന് പാരഡി പാട്ട് പാടുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആ പാരഡി പാട്ടിന് മുൻപോ ശേഷമോ എന്തിന് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഈ പ്രതികൾ ചെന്നു എന്നതിന്റെ കൂടി ഉത്തരവാദിത്തം പറയേണ്ട, മറുപടി പറയേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ കണ്ണടച്ചുകൊണ്ട് ഈ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നിടത്താണ് പ്രശ്നം. കേരളത്തിലെ നേതാക്കളൊക്കെ ഇത് സജീവമാക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. അവരോട് ചോദിക്കുമ്പോൾ പല നമുക്ക് അടിസ്ഥാനരഹിതം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അർത്ഥമില്ല എന്ന് തോന്നുന്ന പല പ്രതികരണങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ചിത്രത്തിലേക്ക് വരുമ്പോൾ അതല്ല, ആരോപണം അവർക്ക് നേരെയാണ്. സോണിയാഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിയോടൊപ്പമുള്ള ഈ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ സോണിയാഗാന്ധി നിലവിൽ ആരോഗ്യം വളരെ മോശമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. അപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി ആ കാര്യങ്ങളെ ഊന്നുമ്പോൾ രാഹുൽ ഗാന്ധി ഇതിനു കൂടി മറുപടി പറയണമായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം. എന്തായാലും രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിക്കും എതിരെ വരുന്ന ആരോപണങ്ങൾ മറുപടി ഇല്ലാതെയാണ് വീണ്ടും ആ പാരഡി പാടിയതെന്നൊരു പോയിന്റിലാണ് ഇപ്പോൾ അസിത പറഞ്ഞത്. നമ്മൾ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ചെയ്യുന്ന ഉമേഷ്, രാജീവ് ചന്ദ്രശേഖരൻ SKN-മായി സംസാരിച്ചപ്പോൾ ശബരിമല വിഷയം ചോദിച്ചപ്പോൾ ഞങ്ങളത് പറയുന്നുണ്ട്, എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാണ്. എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ നൽകുന്ന രാഷ്ട്രീയ സൂചന? വികസനം എന്നൊരൊറ്റ വിഷയം മുൻനിർത്തി തന്നെയാണോ BJP ഈ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്? അതിനപ്പുറത്തേക്ക് വിശ്വാസ പ്രശ്നങ്ങൾ, വിശ്വാസികളുടെ കാവലാളെന്നൊക്കെ സ്വയം പ്രഖ്യാപിക്കുന്ന BJP ശബരിമല സ്വർണ്ണക്കൊള്ളടക്കമുള്ള വിഷയങ്ങൾ കാര്യമായി ഫോക്കസ് ഷിഫ്റ്റ് കൊണ്ടുവന്ന് ആ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM-നെതിരെ വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ CPM-എതിരെ പോരിന് ആ വിഷയത്തെ ഉയർത്തി കാണിക്കാൻ BJP തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഉമേഷ്?
അധികം SKനുമായി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചു. പക്ഷേ സാധാരണഗതിയിൽ സംസാരിക്കുന്നതിനേക്കാൾ വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിലപാടുകൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞില്ല. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ടാണ് BJP ഉന്നയിക്കാത്തത്? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം BJP ഈ വിഷയത്തിൽ മെല്ലെപ്പോക്കാണ്, അല്ലെങ്കിൽ അത് കൃത്യമായ നിലപാടായി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പോലും ഉന്നയിക്കുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള നേരത്തെ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതേ വിഷയം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? മുൻപ് പ്രധാനമന്ത്രി വന്നപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായ എല്ലാവരെയും അഴിക്കുള്ളിലാക്കുമെന്ന് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വീണ്ടും വരുമ്പോൾ അത് പറയേണ്ടതുണ്ടോ? അത്തരത്തിൽ നിരന്തരമായി ജനങ്ങളെ ഇക്കാര്യങ്ങൾ, ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഈ രീതിയിലുള്ള മറുപടിയാണ് നൽകിയത്. വികസനം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. BJP സ്ഥാനാർത്ഥി ഒരു വികസനം എന്നുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് രാജ്യത്തെ വികസനം, അത് കേരളത്തിലും കൂടി വരണം, മാറേണ്ടത് മാറണം എന്നുള്ള മുദ്രാവാക്യം മാത്രമേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഊന്നി മാത്രമായിരുന്നു മറുപടി പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഡീൽ വിവാദം ചോദിച്ചത്. ഡീൽ വിവാദത്തിലും സമാനമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. കാരണം ഇന്ത്യ മുന്നണി നോക്കിയാൽ അറിയാം എവിടെയാണ് ഡീൽ എന്നത്. എന്തായാലും BJPക്ക് പ്രാദേശിക തലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരമൊരു ഡീലിൻ്റെ ആവശ്യമില്ല. ഈ കേരളം ഭരിക്കാൻ പോകുന്നത് BJP-യാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഒരു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഡീൽ എങ്ങനെയാണ് ഉരുത്തിരിയുക, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഉരുത്തിരിയുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള മറുപടിയാണ് നൽകിപ്പോയത്. എന്തായാലും ഈ രീതിയിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയാതെ, അത്തരത്തിൽ വിവാദങ്ങളിലേക്ക് ചാടാതെ, വളരെ ഒഴുക്കം മട്ടിൽ ഒരു സാധാരണ വലിയൊരു തഴക്കം വന്ന രാഷ്ട്രീയക്കാരനെ പോലെ കൃത്യമായ നിലപാടുകൾ പറയുക, അല്ലെങ്കിൽ BJP-യുടെ നിലപാടുകൾ വിവാദമാകാത്ത രീതിയിൽ അവതരിപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുകയായിരുന്നു. സുഹൈൽ, ഉമേഷാണ് അവർ നൽകിയത്. നമ്മൾ ദിലീപ് കുമാറിലേക്കാണ്. വിടിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വോട്ട്, അതിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഗോത, അതിന്റെ പ്രചാരണ ആവേശത്തിൽ ഫോക്കസ് ഷിഫ്റ്റിലേക്ക് മാറുന്നു. അതായത് ഡീൽ എന്ന ആരോപണത്തിൽ നിന്ന് പതിയെ സ്വർണ്ണക്കൊള്ള, വികസനം എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. വളരെ ടു ദ പോയിന്റ് ചോദ്യം, ഈ സ്വർണ്ണക്കൊള്ള ചർച്ചയാകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ആർക്കായിരിക്കും? UDF-നാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വിഷയം നേരത്തെ തന്നെ കൺസിസ്റ്റന്റ് ഉയർത്തിക്കുന്ന UDF-നെതിരെ വരുന്ന ആരോപണങ്ങളാണ് അസിത പറഞ്ഞത്. സോണിയാഗാന്ധിയോടൊപ്പം ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള ചർച്ചയാകുമ്പോൾ ഇനിയുള്ള CPM-ന്റെ മുമ്പിലുള്ള കൗണ്ടർ ഈ ഫോട്ടോകളായിരിക്കും. ആ ഫോട്ടോകൾ വെച്ചുള്ള കൗണ്ടർ കൊണ്ട് ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയിൽ CPM-നെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാകുമോ? മെച്ചമാർക്കായിരിക്കും? സുഹൈൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാവുകയാണെങ്കിൽ അത് തിരിച്ചടിയാവുക ഇടതുമുന്നണിക്കും CPM-നുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ചർച്ചയാകരുത്, ആ വിഷയം ചർച്ചയാകരുത് എന്നാണ് CPIM-ഉം LDF-ഉം ഒക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണല്ലോ ഇത് കൂടുതൽ സജീവമായി പ്രതിഫലിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് UDF-ന്റെ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമൊന്നും അത് വിസ്മരിച്ചുകൊണ്ടോ അക്കാര്യങ്ങൾ ഓർക്കാതെയോ അല്ല. പക്ഷേ അത് UDF പ്രതീക്ഷിച്ച നിലയിൽ പോലും അത് വലിയ രീതിയിലൊരു വോട്ടാക്കി മാറ്റാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അത് ഒരു വശത്ത് അത്തരം കാര്യങ്ങൾ BJP നേതാക്കളുടെ മനസ്സിലുണ്ട്. പിന്നെ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ള എന്ന് മാത്രം BJP പറയണം എന്ന് നമ്മൾ ശഠിക്കേണ്ടതുമില്ല. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ ഒരു കാലത്ത് രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു BJP-യുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ബാബറി മസ്ജിദ് തകർക്കുന്നു, പിന്നീട് രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് അവരുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് കടക്കുന്നു. അതൊക്കെ ആ സംഭവമൊക്കെ നടക്കുമ്പോൾ പോലും 2009 ആ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണം മാത്രമായിരുന്നില്ല അവരുടെ അജണ്ട. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ അജണ്ട UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ അഴിമതികളായിരുന്നു. അല്ലാതെ രാമക്ഷേത്രം എന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് BJP-യെ സംബന്ധിച്ചും ആ സമയത്തുള്ള ആ തെരഞ്ഞെടുപ്പിനെ അത് എൻകാഷ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആ വോട്ടർമാരുടെ വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറില്ല. അത് ഈ നിലയിലുള്ള UPA സർക്കാരിൻ്റെ കാലത്തെ 1ഉം 2ഉം UPA സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള വലിയ വലിയ അഴിമതികൾ, അത് 2G സ്പെക്ട്രം അഴിമതിയായാലും ആദർശ് കുംഭകോണമായാലും കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയായാലും അത്തരം അഴിമതി കാര്യങ്ങൾ കൂടി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് വോട്ടാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. അത് ഏതായാലും ഫലിച്ചു. യുവതീ പ്രവേശന സമയത്ത് PS ശ്രീധരൻപിള്ള നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സുവർണ അവസരമാണ് നമുക്ക് മുന്നിൽ. ആ സുവർണ അവസരത്തിന് വേണ്ടി BJP പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, വലിയ തോതിലുള്ള പ്രക്ഷോഭം കേരളത്തിൽ നടക്കുന്നു. ശബരിമല തന്നെ പ്രക്ഷോഭങ്ങളുടെ ഒരു വേദിയായി മാറുന്നു. അതൊക്കെ കേരളം കണ്ടതാണ്.
അതിനുശേഷം പിന്നീട് 2021 2019 അതിൻ്റെ നേട്ടമുണ്ടായത് UDF-നാണ്. അത് സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലേക്കും LDF-നെ സംബന്ധിച്ച് ഒറ്റ സീറ്റിൽ ഒതുക്കിയ ഒരു തെരഞ്ഞെടുപ്പാണത്. അതിനുശേഷം പിന്നീട് 2021 കേവലം 2 വർഷം മാത്രം കഴിഞ്ഞപ്പോൾ നടന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് എന്തായി? അന്നും ഈ ശബരിമല വിഷയമൊക്കെ, യുവതീ പ്രവേശന വിഷയമൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ചർച്ച ചെയ്തെങ്കിലും അപ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ അത് മാറി ചിന്തിച്ചു. അതുകൊണ്ട് ഈ വിഷയം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രി കഴിഞ്ഞ 2 സന്ദർശനത്തിൽ, ജനുവരിയിൽ നടത്തിയ സന്ദർശനത്തിൽ, കൊച്ചിയിൽ നടത്തിയ സന്ദർശനത്തിലൊക്കെ ഈ കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയാൽ അത് UDF-നായിരിക്കും നേട്ടം കൊയ്യുക എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഒറ്റ വരി പറഞ്ഞാൽ മതി. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ളൊരു നീക്കമാണല്ലോ പ്രതിപക്ഷത്ത് ഇപ്പോൾ BJP നടത്തല്ല, UDF-നല്ലല്ലോ പരാജയപ്പെടുത്തേണ്ടത്. അപ്പോൾ സർക്കാരിനെതിരെ ഇപ്പോൾ ദിലീപ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയ ആയുധം എന്താണ് BJP-ക്ക് ഇവിടെ? ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ നമ്മളൊരു മാലമോഷണം ഉണ്ടായി, മാല പൊട്ടിച്ചു, അയാളെ പിടിച്ചു, അതിന് തൊണ്ടി കണ്ടെടുത്തു എന്ന മട്ടിൽ ലഘുവായിട്ടാണ് അവിടെ നിന്ന് മോട്ടിച്ചവർ, വിറ്റവർ, വാങ്ങിയവർ എന്ന അഡ്വക്കേറ്റ് KL കുമാറൊക്കെ നമ്മൾ ചർച്ചയിൽ വന്ന നറേറ്റീവാണ്. അത് ശരിയല്ല, അത് പൂർണ്ണമായി തെറ്റായ നറേറ്റീവാണ്. അത് കാരണം എന്താണ്? ഈ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് എടുത്ത സ്വർണ്ണം, ആ സ്വർണ്ണം അല്ല ഇതിനോടൊന്നും തന്നെ SID പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രൈമിൻ്റെ രീതി ഇതങ്ങോട്ടേക്ക് പോയി മൊത്തത്തിൽ മറച്ചു വിട്ടോ, ആരൊക്കെ ഉണ്ടെന്ന കാര്യം ഇനിയാണ് വ്യക്തമാവേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഉറപ്പ്, 100% ഉറപ്പാണ് ഈ പറഞ്ഞ സോണിയാഗാന്ധി ഇവർക്കൊപ്പം നിൽക്കുന്ന ചിത്രം അതെന്തായിരുന്നു കാരണമെന്ന് ഉറപ്പായും ഇവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ നേതാക്കളും വ്യക്തമാക്കണം. നേതാക്കൾ പറയുന്നില്ലെങ്കിൽ ഇവർക്ക് ഈ കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കേരള പോലീസ് ചെയ്യേണ്ടത് എന്താണ്? കേരള പോലീസ് ചെയ്യേണ്ടത് കൃത്യമായി സോണിയാഗാന്ധിക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം. അങ്ങനെ ഒരു നോട്ടീസ് ഇതുവരെ പോയിട്ടില്ല. ഇനി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത അടൂർ പ്രകാശ് ഏതെങ്കിലും സാക്ഷിപ്പട്ടികയിലോ പ്രതിപ്പട്ടികയിലോ ഇല്ല. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസിന് കഴിവില്ലെന്നുണ്ടെങ്കിൽ CBI വിടണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്ന ആരാണ്? സംഗീതമില്ല ആവശ്യപ്പെടുന്നത് സർക്കാരാണ്. അങ്ങനെ ആവശ്യമില്ല. ഇനി മറുഭാഗത്ത് എന്താണ്? മറുഭാഗത്തെ യാഥാർത്ഥ്യം കേരളത്തിൽ ഉണ്ടാവരുതാത്ത അധമമായ നീചമായ ക്ഷേത്രങ്ങൾ ഉണ്ടായി ശബരിമലയിലാണ്. ആ ശബരിമലയിൽ ഉണ്ടായുള്ള ഈ CPM-ന്റെ ഭരണകാലത്താണ്. ദേവസ്വം ബോർഡ് അതിന് ഒത്താശ ചെയ്തു, അല്ലെങ്കിൽ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു. അതിന്റെ തലപ്പത്താസമെത്തിയിരുന്നവർ CPM-ന്റെ പൊളിറ്റിക്കൽ നോമിൽ പത്മനാഭടക്കം ജയിലിൽ കിടന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുകയല്ലേ? ആ ചോദ്യം ഉണ്ടാവില്ലേ? തീർച്ചയായും. അതായത് ആഷ്മിതാജ് ഇബ്രാഹിം പറഞ്ഞ കാര്യം വ്യക്തമാണ്. അതായത് അസ്ലയോടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ആരോപണം വരുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നു, കൗണ്ടർ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം വെച്ച് കൗണ്ടർ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാതെ ഈ പ്രതികളുമായി സോണിയാഗാന്ധിക്ക് എന്തു ബന്ധം, എങ്ങനെ ഇവർ പോയി കണ്ടു എന്നറിയാൻ നമുക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് കേരള സർക്കാരാണ്, അത് ഇടത് സർക്കാരാണ്. SIT ഈ പറഞ്ഞതുപോലെ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താം, അതിലേക്ക് കൊണ്ടുവരാതെ ഇതൊരു കൺഫ്യൂഷനായി തന്നെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അന്വേഷണം തുടരുന്നേ. സുഹൈൽ, ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ പറയുന്ന കടകംപള്ളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിന്റെ രാഷ്ട്രീയ ധാർമ്മികത ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്, മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അതേ ധാർമ്മികത എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സ്വർണ്ണക്കൊള്ളന്നല്ല, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ഏതൊരു കേസ് ഉണ്ടാകുമ്പോഴും അതിലേതെങ്കിലും പ്രതികൾ, ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ, ഇവരൊക്കെ പ്രതിപട്ടികയിലുള്ളവരാണ്. ഇനി ആര് വാങ്ങി, ആര് വിറ്റു, ആര് കടത്തി എന്നൊക്കെയുള്ളത് കുറ്റപത്രം വരുമ്പോൾ മനസ്സിലാക്കും. പക്ഷെ ഇവരൊക്കെ പ്രതിപട്ടികയിലുള്ള ആളുകളാണ്. ഏത് കാലയളവിലാണ് ഇവർ സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിൽ പോലും ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്കായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇത് എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രം എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ? ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ, പ്രതികൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആ നേതാക്കൾക്ക് മറുപടി പറയേണ്ട ബാധ്യത വരാറുണ്ട്. അതൊരു ധാർമ്മികതയുടെ കൂടി പ്രശ്നമാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിൽ രാഷ്ട്രീയ ധാർമ്മികത ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് ദേവസ്വം മന്ത്രി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചല്ല, അതിന് മുൻപും ആ ചിത്രത്തെ കുറിച്ച് അദ്ദേഹത്തിന് പൊതുമധ്യത്തിൽ വന്ന് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ പോയിന്റാണ്. അതായത് നിലവിൽ ഈ സംവിധാനങ്ങൾ നിങ്ങളുടെ പക്കലാണ്. ഞാൻ പറഞ്ഞ ഐഡിയലി ഇത് പറഞ്ഞ പോലെ കോടതി ഇടത് സർക്കാരിന്റെ പക്കലാണ്, LDF-ന്റെ പക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഇപ്പോൾ സോണിയാഗാന്ധിയോടൊപ്പം പ്രതികൾ എന്തിനു നിന്നു?
അവർ തമ്മിലുള്ള ബന്ധം എന്ത് എന്ന ചോദ്യം വരുമ്പോൾ അത് നിങ്ങൾ ഈ പൊതുബോധത്തിൽ എൽ ഡി എഫ് സർക്കാർ പൊതുബോധത്തിൽ ഇങ്ങനെ ആവർത്തിച്ചിരിക്കാതെ ഒരു നോട്ടീസ് അയച്ചിട്ട് സോണിയാഗാന്ധിയോട് ചോദിക്കുകയാണ്. അത് അങ്ങനെ നടക്കട്ടെ സുഹൈൽ. അതിപ്പോൾ സർക്കാർ സംവിധാനം SIT ആ നിലയിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതി അതപ്പോൾ അവിടെ നടക്കട്ടെ. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് അല്ല സുഹൈൽ. എല്ലാ ഘട്ടത്തിലും ഈ നിലയിൽ നേതാക്കൾക്ക് പൊതുസമൂഹത്തിൽ വന്ന് അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടി വന്നിട്ടുണ്ട്. അത് പറയേണ്ട ധാർമ്മികത രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഏതൊരാൾക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രമാണ് പുറത്തു വരുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ ചിത്രം വന്നതുകൊണ്ട് സോണിയാഗാന്ധി ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്നോ അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഈ പാട്ട് പാടുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതിനും മറുപടി പറയാനുള്ള ധാർമ്മികതയുണ്ട് എന്നതേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയത് ആരൊക്കെയാണ്? പത്മകുമാർ, എൻ വാസു, ഇവരൊക്കെ ആരാണ്? CPM-ന്റെ. ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട്. ആ മോഷണം തൊണ്ടി മുതലടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മോഷണത്തിന്റെ ആത്യന്തികമായ ഉത്തരവാദികൾ ആരാണ്? ഈ സർക്കാരാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ്, ദേവസ്വം മന്ത്രിയാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഇതിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാള് ഈ മരം വെട്ടുകാരോ അല്ലെങ്കിൽ കള്ളക്കച്ചവടം നടന്ന ആളാണെന്നൊന്നുള്ള ലേബലുള്ള ആളല്ല. അയാൾ ഈ ശബരിമല എന്ന് പറഞ്ഞ പുണ്യസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഈ മറ്റു പല, അതായത് ഇപ്പോൾ നടന്മാർ, ചലച്ചിത്ര ജയറാമൊക്കെ ആയിട്ടുള്ള ബന്ധം പോലെ തന്നെ വിവിധ ഇടങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പല പ്രമുഖരുമായിട്ട് അയാൾ ഒപ്പം നിൽക്കുകയും പോവുകയും അതേപോലെ ചിത്രങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നിയത് സോണിയാഗാന്ധി ആസൂത്രണം ചെയ്താണ് ഈ കൊള്ള എന്നാണ്. ഒരു മിനിറ്റ്, പറഞ്ഞാൽ തോന്നുക എന്ന് പറഞ്ഞാൽ അസിത പറഞ്ഞു എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, അസിത പറയട്ടെ. അങ്ങനെയല്ല. ഗോപിച്ചൻ നിലവിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അസിതയ്ക്ക് തോന്നുന്നു എന്നുള്ളതല്ല, അപ്പുറത്തേക്ക് അങ്ങനെയാണ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഗോപിച്ചേട്ടൻ പറഞ്ഞത്. ഗോപിച്ചേട്ടൻ അത് കംപ്ലീറ്റ് ചെയ്തു. അല്ല സുഹേൽ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള ആര് നടത്തിയതിന് നമുക്കൊരു ഉത്തരം വേണമല്ലോ. അത് ഇത്രയുമായിട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോഴും നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? സോണിയാഗാന്ധിയുടെയും അല്ലെങ്കിൽ UDF നേതാക്കൾക്കും ഒപ്പം നിന്ന് ഇയാൾ ഫോട്ടോ എടുത്തു എന്നതാണ് ഒരു കുറ്റപ്പെടുത്തലായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ ഈ ഭരണ സംവിധാനം സോണിയാഗാന്ധിയുടെ കയ്യിലല്ലല്ലോ, ഇവിടുത്തെ ഭരണ സംവിധാനം UDF-ന്റെ കയ്യിലല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ധാർമ്മിക ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഇത്രയും പറയുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കാരണക്കാരായ അല്ലെങ്കിൽ ഇത് നടക്കാൻ ഇടയായവരുടെ കുറിച്ച് എന്താ പറയാത്തത്? അവരുടെ ധാർമ്മികത എന്താ പറയാത്തത്? കടകംപള്ളി സുരേന്ദ്രൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നത് വലിയൊരു കാര്യമായിട്ടാണ് പറഞ്ഞത്. ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം ഇതൊക്കെ ഏറ്റെടുക്കുന്നത് ഇപ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. ഞാൻ മറ്റേത് അദ്ദേഹം ഓടി ഈ വിഷയം ഇങ്ങനെ സ്വർണ്ണക്കൊള്ള ആവർത്തിച്ച് പറയണമെന്നില്ല എന്ന് പറഞ്ഞു. എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്, വിജയ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ്. ഈ വിഷയത്തിൽ അതായത് BJP എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് അവർ കരുതുന്ന പോലെ വലിയ വിജയമില്ലെങ്കിലും വിജയിക്കാനാണ്. അങ്ങനെ വിജയിക്കണമെങ്കിൽ നിലവിൽ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയല്ലാതെ BJPക്ക് ഈ സർക്കാരിനെതിരെ പറയാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണ്? സുഹൈൽ, ആദ്യം ഈ കാര്യത്തിൽ, അതായത് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞു BJP ഉന്നയിക്കേണ്ട ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വിഷയമാണെന്ന്. ഈ സർക്കാരിനെ താഴെ ഇറക്കൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ സംബന്ധിച്ച് BJP ഏതായാലും കേരളത്തിൽ ഭരണം പിടിക്കാം എന്ന് കരുതി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരുപക്ഷെ ഇനി വരാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചിലപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമെന്ന് പ്രതീക്ഷിക്കുന്നവരാകും. പക്ഷേ ഇത്തവണ അവർ 4 മുതൽ 8 വരെ സീറ്റുകൾ നേടി വിജയിച്ച് നിയമസഭയിലെത്തണം എന്നാണ് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ കണക്ക് കൂട്ടിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് ഇത് മാത്രമല്ല വിഷയം എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. വികസന വിഷയം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. BJP കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അത് കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കി കേരളത്തിനെ ഒരു പുതിയ ധാരയിലേക്ക് നയിക്കണം എന്ന് BJP നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് വികസന വിഷയം കൂടി അവർ അവകാശപ്പെടുന്ന BJP നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വികസനം എത്തിച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ പങ്കാളിയാകാൻ കേരളം കൂടി കൈകോർക്കണം എന്ന നിലയിൽ അത്തരത്തിലുള്ള ആ വികസനത്തിലേക്ക് കേരളീയരുടെ ശ്രദ്ധ കൊണ്ടുപോയി പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്ന തന്ത്രം കൂടി അവർക്കുണ്ട്. അവർ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തിൽ സ്വാഭാവികമായി നമുക്കറിയാം ഈ അടിത്തട്ടിലൊക്കെ അവിടെയുള്ള BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ഒക്കെ അവിടുത്തെ ഈ ജനങ്ങളുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുന്നവരാണല്ലോ. അവരൊക്കെ ഈ വിഷയം വളരെ സജീവമായി തന്നെ, അതിനി നേതൃതലത്തിൽ ഏത് നേതാവ് പറഞ്ഞു എന്നുള്ളതല്ല,
കാരണം താഴെ തട്ടിലുള്ള വോട്ടുറപ്പിക്കുന്നതിന് അവർ ഈ വിഷയം പറഞ്ഞു തന്നെയാണ് ഓരോ ഇതിലൂടെ ഞാൻ വീടുകളിലും കയറുന്നത്. താഴെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഏത് നില അത് പറയണം എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ഈ പറയുന്ന പോളിസിയുടെ മറ്റു വിഷയങ്ങൾ ഞാൻ ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പൊ ദിലീപേട്ടൻ പറഞ്ഞത് ബി.ജെ.പിക്ക് വികസനം ചർച്ചയാക്കണമെന്ന്. എന്റെ സുഹൈലെ, ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ബി.ജെ.പിക്ക് ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി.ജെ.പി ഭരിക്കുന്ന കാലങ്ങളായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ വികസനം, അതിന്റെ ഇൻഡെക്സുകളൊക്കെ വെച്ചുകൊണ്ട് ആ സംസ്ഥാനം നോക്കൂ, അതുപോലെ കേരളത്തെ ആക്കാമെന്ന് പറഞ്ഞ ഏത് സംസ്ഥാനമുണ്ട് ബി.ജെ.പിക്ക് വികസനം പറഞ്ഞ? വികസനം മറ്റ് സംസ്ഥാനങ്ങളിലല്ല. എത്ര സംസ്ഥാനമുണ്ട് ബി.ജെ.പി? വികസനം ചർച്ചയാക്കുമ്പോൾ ബി.ജെ.പിക്ക് എതിരെ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഫണ്ട് അലക്കേഷനിൽ സിസ്റ്റത്തിൽ കോട്ടം വരുന്ന അടക്കമുള്ള കാര്യം തിരിച്ചു ചോദിക്കാം. വികസന പ്രശ്നം വരുമ്പോൾ ഒരു താരതമ്യപ്പെടുത്തൽ കൊണ്ട് കേരളത്തിൽ വികസനമില്ല എന്ന് പറയാൻ തൽക്കാലം ബി.ജെ.പിക്ക് നിർവാഹമില്ല എന്നുള്ള കേന്ദ്രഭരണം കൊണ്ട് മാത്രമല്ലല്ലോ ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഈ ഗതിയിലേക്ക് പോയത്. അത് എത്രയോ കാലമായി ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളാണ്. കോൺഗ്രസ് സർക്കാരുകളുടെ ആ സർക്കാരുകളുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോഴും പിന്നോക്കമാണ് എന്നുള്ളതാണല്ലോ. മറ്റു സംസ്ഥാനങ്ങൾ പിന്നോക്കമാകാനുള്ള കാരണം എന്താണ്? എത്രയോ കാലമായിട്ട് ആ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ്. ആ കോൺഗ്രസ് ഭരിച്ചിരുന്ന നമുക്ക് തന്നെ അറിയാം, ഈ നീതി ആയോഗിൽ നിന്ന്, അത് നേരത്തെയുള്ള ആസൂത്രണ കമ്മീഷൻ ഈ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വീതം വെക്കുമ്പോൾ കേരളത്തിന് അത്ര പ്രാധാന്യം നൽകാറുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വളരെ കുറച്ച് പണം മാത്രമേ മറ്റു സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നൽകാറുണ്ടായിരുന്നുള്ളൂ. അതിന് കേന്ദ്ര സർക്കാർ പലപ്പോഴും, അത് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, UPA സർക്കാരിൻ്റെ കാലത്തും മൊണ്ടേക് സിംഗ് അലുവാലിയ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്ന കാലത്തും പ്രധാനമായും അവർ പറഞ്ഞിരുന്നത് കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വികസിച്ച സംസ്ഥാനമാണ്. ഇനി അങ്ങനെ കേരളത്തിന് അധികം പണം നൽകേണ്ടതില്ല എന്ന കാഴ്ചപ്പാടാണ്. മുറുക്കുന്ന ആരോപണം അപ്പോൾ ശിഥിരമാകും ബി.ജെ.പിയുടെ ഈ ഒരു നെറേറ്റീവ് വന്നാൽ. വികസന കൃത്യമായ ഫണ്ട് എത്തുന്നില്ല, ഈ പറയുന്ന പോലെ കേന്ദ്രത്തിന്റെ വിഹിതങ്ങൾ അതിലും ബി.ജെ.പിക്ക് പറയാനുണ്ടാവുമല്ലോ. ഇപ്പോൾ PM ശ്രീ പദ്ധതി കേരളം പിന്മാറിയതാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അത്തരം പദ്ധതികൾ പലതിലും കൈകൊടുക്കാതെ നിൽക്കുന്ന കേരളമാണ്. അതിന് കേരളത്തിൻ്റെതായ കാരണമുണ്ടാവാം, സർക്കാരുകളുടേതായ നയത്തിൻ്റെയും നിലപാടുകളുടെയും പ്രശ്നമുണ്ടാകാം. പക്ഷേ അത്തരം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് പലതിനോടും കേരളം മുഖം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ നയവും നിലപാടുമായുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ ബി.ജെ.പി വികസനം പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. സുഹൈൽ, ബി.ജെ.പി എപ്പോൾ മുതലാണ് കേരളത്തിൽ വികസനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജി മാറ്റം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. അത് രാജീവ് ചന്ദ്രശേഖർ വന്ന സമയം മുതലാണ്. ഇതിനു മുൻപ് കേരളത്തിൽ ബി.ജെ.പിക്കും RSSനും ഉണ്ടായിരുന്ന ഫേസ് എന്താണ്? അവർ ശുദ്ധ വർഗീയതയെ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ എന്നുള്ളതായിരുന്നു. മതേതര ചേരിക്ക് വിള്ളലുണ്ടാക്കുന്ന ആളുകൾ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷനായി ആ നിലയിൽ സംഘടനാപരമായി ഒരു ബേസും ഇല്ലാത്ത ഒരാൾ വരികയാണ്. അത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതാണോ? അല്ല. ആ ഫേസ് മാറ്റേണ്ടത് ബി.ജെ.പിക്ക് കേരളത്തിൽ ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് പരുവപ്പെട്ട നിലയിൽ ഒരാളെ അവതരിപ്പിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ മറ്റു നിലയിലുള്ള ഇടപെടലുകൾക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം വന്ന സമയം മുതൽ അദ്ദേഹം അത് മാത്രമാണ് പറയുന്നത്. വികസനം, വികസനം, വികസനം. നരേന്ദ്രമോദിജിയുടെ വികസനം എന്ത് നടന്നു? ഒന്നും നടന്നിട്ടില്ല. ഇന്നും പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ ഗുജറാത്തിലെ ചേരി കെട്ടിമറക്കേണ്ടി വരുന്നതാണ് നരേന്ദ്രമോദിയുടെ വികസനം. പക്ഷേ ഇവർ ഇത് ആവർത്തിച്ച് ഗുജറാത്ത് 35 വർഷമായിട്ട് ബി.ജെ.പി ഭരിക്കുക. അപ്പൊ പണ്ട് കോൺഗ്രസ് ഭരിച്ചോന്ന് പറയാൻ പറ്റുമോ? UP വർഷമായിട്ട് ഭരിച്ചോണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. കേരളത്തിലെ കുറെ അധികം നിയോജക, ഏതാണ്ട് 30-ലധികം നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ദിലീപിന് അതറിയാലോ. ഏതെങ്കിലും ഒരു മണ്ഡലം പറയോ വികസനം പറഞ്ഞിട്ട് ബി.ജെ.പി അവിടെ എത്തിയ ഒരു മണ്ഡലം? കേരളത്തിലെ ഒറ്റ മണ്ഡലം പറയാം. അല്ല, ബി.ജെ.പിയെ സംബന്ധിച്ച് വികസനം പറയാം. ശബരിമല യുവതീ പ്രവേശനവും ശബരിമല സ്വർണ്ണക്കൊള്ളയും അടക്കമുള്ള വിഷയങ്ങൾക്കപ്പുറത്ത് വികസനം പറഞ്ഞ് കേരളത്തിൽ ബി.ജെ.പി വോട്ട് നേടിയ ഒരു മണ്ഡലം പറയാമോ? ഒറ്റ മണ്ഡലം. അല്ല, ഈ ബി.ജെ.പി പറയട്ടെ, ബി.ജെ.പി വികസന മുദ്രാവാക്യം വിളിക്കുന്ന എപ്പോൾ മുതലാണ്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബി.ജെ.പിയുടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. രാമക്ഷേത്രം കേരളത്തിലെ വികസനം അത് ഈ മോദി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വികസനം ചർച്ചയാക്കുമ്പോൾ അത് പൊതുബോധത്തിൽ നിന്നുകൊണ്ട് അതിനെ താരതമ്യം
ഓർമ്മപ്പെടുത്താനും കേരളത്തിലെ വികസനം എങ്ങനെയാണ്, ആ വികസനത്തിന്റെ മുരടിപ്പിന് എവിടെയെങ്കിലും മുരടിപ്പ് ഉണ്ടെങ്കിൽ അതിന് കാരണം അല്ല, എന്താണ്, വിശാലമായ കേന്ദ്രത്തിൽ ചർച്ച നിന്ന് സപ്പോർട്ട് എത്രയാണെന്നൊക്കെ കുറിച്ച് ജനങ്ങൾക്കറിയാം. അപ്പോൾ ഏത് കാലത്താണെങ്കിലും BJP സംബന്ധിച്ചിടത്തോളം ഓരോ പാർട്ടിയുടെ ഇഷ്ടമാണ് ഏത് വിഷയം ചർച്ച ചെയ്യണം, എങ്ങനെ വിഷയമാക്കണം എന്നുള്ളത്. പക്ഷേ ഒരു രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങുമ്പോൾ വോട്ട് പിടിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് മനഃപൂർവ്വമായ തെന്നൽ, മനഃപൂർവ്വമായ വിട്ടുനിൽക്കൽ, മനഃപൂർവ്വ മൗനം പല കാര്യങ്ങളിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സംശയത്തെ ചിലപ്പോൾ ഡീൽ ആരോപണം അടക്കമുള്ള ആരോപണങ്ങൾ കൊണ്ട് ബലപ്പെടുത്താനും സാധ്യതയുണ്ട്. ഹാഷ്മി, അല്ല, ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വികസനമൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്ന സാധനമാണ്. അല്ല, പുതിയ കാലത്ത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഈ കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടായിട്ട് കുറേ അധികം പേർ മരിച്ചു. അന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലില്ല. അവിടെ നിന്നിട്ട് ഒരു എക്സാനിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയ കലാപം കത്തിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് പിന്നീട് പിൻവലിച്ച ആളാണ് RC. അതുകൊണ്ട് RCക്ക് ഈ പറയുന്ന അങ്ങ് പൗത്രനാണ്, ഈ പറയുന്ന രീതിയിൽ വികസനം മാത്രമുള്ള ആളാണ് എന്ന ധാരണ വെച്ച് പുലർത്തുമെന്ന് അറിയില്ല. എന്തായാലും RC വരുന്നു. സ്ട്രാറ്റജിക്കലി ഈ പറയുന്ന ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന നിലയ്ക്കാവും RC വന്നതിന് ശേഷം ഈ ക്രിസ്ത്യൻ ഡിപ്ലോമസി ഒന്നും അധികം മുന്നോട്ടേക്ക് പോയിട്ടില്ല. പക്ഷേ പോസിറ്റീവ് പൊളിറ്റിക്സ് വികസനമൊക്കെ മുന്നോട്ടേക്ക് വെക്കുമ്പോഴും ഇത്രയധികം വർഷങ്ങളിൽ BJP ഭരിച്ച സംസ്ഥാനങ്ങളും കേരളവുമായിട്ടൊരു കമ്പാരിസൺ ഇല്ലെന്ന്. കേരളം എത്ര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ CPM BJP ഡീൽ ആരോപണമാണ് പ്രധാന ചർച്ചയായതെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതോടെ വിഷയങ്ങൾ അല്പം മാറിയിട്ടുണ്ട്. CPIM SDPI സഹകരണം എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിനിടെയാണ് നേമത്ത് SDPI പിന്തുണ LDF എന്ന SDPI സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫിന്റെ വെളിപ്പെടുത്തൽ നിന്നുണ്ടായത്. BJPയെ തോൽപ്പിക്കുന്നതിനാണ് പിന്തുണയെന്നാണ് ഈ പറഞ്ഞ വിശദീകരണം. ആദ്യം ആ പ്രതികരണത്തിലേക്ക്, ലത്തീഫിന്റെ പ്രതികരണത്തിലേക്ക്. നേമത്ത് LDFനെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടതുപക്ഷത്തിനെ പിന്തുണച്ചത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. കഴിഞ്ഞ വർഷം നമുക്കൊരു പോളിസി തന്നെ ഉണ്ടായിരുന്നു, BJPയെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നൊരു പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ നേമത്ത് അവർക്ക് പിന്തുണക്കും. അതേസമയം കേരളത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യമുണ്ടാകുമെന്ന് പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസി വ്യക്തമാക്കി. SDPIയുടെ പിന്തുണ തേടി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കും പറഞ്ഞു. എന്നാൽ SDPI ബന്ധത്തിൽ മുഖ്യമന്ത്രി ഉന്നമിട്ട് ഇന്നും UDF നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കെല്ലാം SDPIയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. SDPIക്ക് സ്വതന്ത്രമായി അവരുടേതായ കാരണങ്ങളാൽ ഓരോ മണ്ഡലത്തിലും ആരെ ജയിപ്പിക്കുന്നതാണ് അവരുടെ മുന്നിൽ ഉയർന്നു വരുന്ന ഭീഷണിയെ മറികടക്കാൻ ഏറ്റവും നല്ലത്. അത് സംബന്ധിച്ച് അവരവരുടെ അഭിപ്രായം പറയട്ടെ. BJPയും RSSും അവിടെ ജയിക്കാതിരിക്കണം എന്ന താല്പര്യത്തോടുകൂടി ആരെല്ലാം ശ്രമിക്കുന്നുവോ ആ ശ്രമങ്ങളെല്ലാം നേമം അസംബ്ലി മണ്ഡലത്തിൻ്റെ സാഹചര്യത്തിൽ സ്വാഗതാർഹമാണ്. ആര് വോട്ട് ചെയ്താലും ഞങ്ങളിപ്പോൾ ചാപ്പ് കുത്തി ഇന്നിന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ നിലപാട്, ആ നിലപാട് മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ആ നിലപാട് വികസനത്തിൻ്റെ ഒരു പരിപാടി വെച്ചിട്ടുള്ളതാണ്. SDPI മതേതരവാദികളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ? ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. അപ്പോൾ ഇത്രയും മതേതരത്വം പ്രസംഗിച്ച് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടെന്ന് പറഞ്ഞ് UDFന് ഉണ്ടെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കോളിലൊക്കെ ഉണ്ടാക്കി ഒരു രഹസ്യമായി SDPI ആയിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടാവുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാപഢ്യമുള്ള രാഷ്ട്രീയ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. കാപഢ്യമാണ് ഇത് മുഴുവൻ, ഹിപ്പോക്രസിയാണ്. ഒന്ന് പുറത്തു പറയുക, മറ്റത് വേറൊന്ന് ചെയ്യുക. നിങ്ങൾ UDF ഹാസ് ടേക്കൺ എ വെരി സ്ട്രോങ് സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങൾ നേരത്തെ അറിയാമല്ല, വെറുതെ എന്തിനാ എല്ലാ ദിവസവും അത് ചോദിക്കണം? രാവിലെയും ചോദിക്കും, ഉച്ചയ്ക്കും ചോദിക്കും. ഒരു സ്റ്റാൻഡ് എടുത്ത് എഴുതി ഞങ്ങൾ തന്നില്ലേ? EP ജയരാജൻ പറഞ്ഞത് ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുന്നതാണ്. ഇന്നലെ SDPIക്കാർ പറഞ്ഞ് ഞങ്ങൾ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞവണ, ഇത്തവണയും അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്തതെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ UDFനെ പിന്തുണച്ചാൽ അവരൊക്കെ വർഗീയവാദികളും, LDFനെ പിന്തുണച്ചാൽ അവരൊക്കെ മതേതരവാദികളെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ വില പോയില്ല. അത്രയും പറയുന്നു. എന്നാൽ നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ഇന്നലെ 24നോട് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ അഭ്യർത്ഥന കൊടുക്കുന്ന അവസരവും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മറ്റു ലഘുലേഖകളും മറ്റ് പ്രസംഗത്തിലുമൊക്കെ തന്നെ എല്ലാ ജനങ്ങളോടുമാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ ഇന്ന ആൾക്കാരെ മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറയാറില്ല. ഏത് സ്ഥാനാർത്ഥിയും വോട്ട് അപേക്ഷിക്കുന്നത് ജനങ്ങളോടാണ്. അത് ജനങ്ങൾ തീരുമാനിക്കും.
നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞില്ല ഇന്ന ആൾക്കാരുടെ വോട്ട് മാത്രമേ ചോദിച്ചു വാങ്ങണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വോട്ട് ചോദിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരുടെയും വോട്ടാണ്. അതിന് ഇന്ന ആൾക്കാരുടെ മാത്രം വോട്ട് തേടുമെന്ന് പറയാറില്ല. നമ്മൾ ആദ്യം നിന്ന് ലത്തീഫ് പ്രതികരിച്ച ലത്തീഫിന്റെ പ്രതികരണത്തിൽ നിഖിൽ പ്രമേഷിലേക്കാണ്, കോഴിക്കോടേക്കാണ്. നിഖിൽ, ഈ പറഞ്ഞതുപോലെ STP LDFനെ പിന്തുണയ്ക്കുമെന്നുള്ളത് ഒരു പൊതു പൊളിറ്റിക്കൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണോ അതോ അതാത് മണ്ഡലങ്ങളുടെ വോട്ട് പാറ്റേൺ അനുസരിച്ചാണോ? സുഹൈൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ BJP CPM ഡീലായിരുന്നു വലിയ ചർച്ചയായിരുന്നെങ്കിൽ അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് CPIM STPI ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ ആരോപണത്തിന് അല്പം കൂടി ഊന്നൽ നൽകുന്നതായി ഇന്നത്തെ STPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, നേമത്ത് ഞങ്ങളുടെ പിന്തുണ വി ശിവൻകുട്ടിക്കാണ്, LDF സ്ഥാനാർത്ഥിക്കാണ് അവിടെ പിന്തുണ നൽകുക എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ BJP അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പല മണ്ഡലങ്ങളിലും അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ STPയെ ബന്ധപ്പെടുന്നുണ്ട്. നമുക്കറിയാം 80,000-ഓളം കേഡർ വോട്ടുകൾ മാത്രം സംസ്ഥാനത്ത് STPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് ചെറുതല്ലാത്ത സ്വാധീനം കാണിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണ തേടുക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണാറുണ്ട്. അത് പരസ്യമായി ഉണ്ടാകാറില്ല, പരോക്ഷമായാണ് പലപ്പോഴും സംഭവിക്കാറ്. എന്നാൽ ഇത്തവണ സംസ്ഥാന തലത്തിൽ തന്നെ അവർ സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാട് പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയെ സഹായിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേവലം 45 സീറ്റുകളിൽ മാത്രമാണ് STPI സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നത്. 95 സീറ്റുകളിൽ അവർ പലരെയും പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അത് അതത് ജില്ലാ കമ്മിറ്റികൾക്ക് അതിനുള്ള വിവേചന അധികാരം നൽകിയിരിക്കുന്നു എന്നാണ് CP അബ്ദുൾ ലത്തീഫ് വ്യക്തമാക്കുന്നത്. അത് അതത് ജില്ലാ കമ്മിറ്റികൾ തീരുമാനിച്ച് അറിയിക്കും. ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടി നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വരും ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങൾക്കകം അതുണ്ടാകും. പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും നമ്മൾ ഓർക്കണം, പരസ്യമായിട്ടുള്ള പിന്തുണ തന്നെ CPM LDF സ്ഥാനാർത്ഥികൾ STPയോട് തേടുന്നു. അവർ തിരിച്ച് സഹായിക്കാമെന്നുള്ള ഉറപ്പ് നൽകുന്നു. അതിന് മറ്റെവിടെയും പോണ്ട, മലപ്പുറം ജില്ലയിൽ തന്നെ 2 ഇടങ്ങളിൽ അതിനുള്ള സാഹചര്യം നിലവിൽ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതിലൊന്ന് മങ്കടയാണ്, മറ്റൊന്ന് വേങ്ങരയാണ്. അങ്ങനെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. അതിനി ഏത് തരത്തിലേക്കും പ്രധാനമായും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് VD സതീശനോടുള്ള അദ്ദേഹം സമീപകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളോടുള്ള ഒരു പ്രതിഷേധമുണ്ട് STPയ്ക്ക്. ചില പഞ്ചായത്തുകളിൽ നിന്നൊക്കെ, പഞ്ചായത്ത് ഭരണത്തിൽ നിന്നൊക്കെ മാറി നിന്ന സാഹചര്യം അത് സവിശേഷമായി അവർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഇത്തവണ ഒരു പക്ഷേ LDFനായിരിക്കും കൂടുതൽ പിന്തുണ STPI നൽകാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൈൽ, എന്തായാലും LDF ഒരു പൊതു പൊളിറ്റിക്കൽ പ്രോഗ്രാം എടുത്തിട്ട് STPI ഒരു പൊതു പൊളിറ്റിക്കൽ പ്രോഗ്രാം, ഒരു പൊളിറ്റിക്കൽ ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. BDKയിലേക്കാണ് തിരിപ്പെട്ട. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, വിജയമാണ് സുനിശ്ചിതമാക്കേണ്ടത്, അതാണ് അനിവാര്യത. അപ്പോൾ രണ്ടുപേർക്ക് വോട്ട് ചോദിക്കുമ്പോൾ താൻ STPI ആയതുകൊണ്ട് വോട്ട് വേണ്ട എന്ന് പറയും എന്ന് ആളുകൾ കരുതുന്നില്ല. കാരണം വിജയിക്കണമെങ്കിൽ എല്ലാവരുടെയും വോട്ട് വേണം. പ്രത്യേകിച്ച് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് STPI, അല്ലെങ്കിൽ അത് നിരോധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ, സവിശേഷ മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ STPയുടെ രാഷ്ട്രീയം നമുക്കെല്ലാം അറിയുന്നതാണ്, അത് BJP രാഷ്ട്രീയമാണ്. അങ്ങനെ BJPയെ അധികാരത്തിലെത്തിക്കാൻ പറ്റാത്തിടത്ത്, LDF ആണ് BJPയുമായി സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്യുന്നിടത്ത്, അവിടെ ഈ പറഞ്ഞതുപോലെ LDFനെ പിന്തുണക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒന്നാമത്തെ ചോദ്യം. കാരണം ഇതൊരു ഐഡിയോളജിക്കൽ പ്രോഗ്രാമിന്റെ ഭാഗമാണെങ്കിൽ മാത്രമേ വോട്ട് നിഷേധിക്കുന്നുള്ളൂ. പൊളിറ്റിക്കൽ പ്രോഗ്രാമിൽ എല്ലാവരുടെയും വോട്ടുകൾ ഈ പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് വേണം. അതിൽ പ്രശ്നമുണ്ട്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, STPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ വേണമെന്ന് എൻഡോസ് ചെയ്യുന്നില്ല. ഞാൻ വേണമെങ്കിൽ വരികൾക്കിടയിൽ പറയാം, ആരുടെയും വോട്ട് വേണ്ട ഞങ്ങൾ പറയുന്നില്ല എന്ന് വെച്ച് STPയുടെ വോട്ട് വേണമെന്ന് പറയുന്നില്ല. അതൊരു പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് ലെവൽ വേണമെങ്കിൽ അതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നു, വേണമെന്ന് പറയുന്നില്ല, സ്വാഭാവികമായി അത് വേണമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ STPയുടെ വോട്ട് LDF തേടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ LDFന് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ അതിന് വരുന്ന ഒരു കോട്ടം? അതിന് എന്തിനാണ് ഇത്തരത്തിലൊരു ഡീൽ എന്ന രീതിയിലൊക്കെ അന്ന് വ്യാഖ്യാനിക്കാൻ പോകുന്നത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം BJP വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. സുഹൈൽ, ഇപ്പോൾ നീക്കുപോക്കെന്നാണല്ലോ ഈ പുതിയ കാലത്തെ ധാരണകളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അത്തരം നീക്കുപോക്ക് SDPയുമായി ഉണ്ട് എന്ന് തന്നെയാണ്, LDFന് ഉണ്ട്, CPIM നേതൃത്വത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ആധാരമായി ഇന്നിപ്പോൾ നമുക്ക് 2 പേരാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്, SDPയുടെ 2 നേതാക്കൾ. ഒന്ന് സംസ്ഥാന പ്രസിഡന്റ് MCA ലത്തീഫും മറ്റൊന്ന് ദേശീയ പ്രസിഡന്റ് MK ഫൈസിയും. 2 പേരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും.
അതിൽ ഈ പറഞ്ഞ ധാരണ അല്ലെങ്കിൽ നീക്കുപോക്ക് ഉണ്ട് എന്നുള്ള കാര്യം. SDPയെ സംബന്ധിച്ച് അവരുടെ കേഡർമാരോട് അവർ എന്ത് നിർദ്ദേശം നൽകിയാലും അത് പാലിക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് ഏത് മുന്നണിക്ക് നൽകണം എന്നത് സംബന്ധിച്ചൊക്കെ അവരിനി തീരുമാനമെടുക്കുന്നതേ ഉള്ളൂ എന്നാണ് MK ഫൈസി പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് നേമം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ അത് പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. നേമത്ത് V ശിവൻകുട്ടിക്കായിരിക്കും പിന്തുണ എന്ന കാര്യം. ഈ SDPയുടെ നേതാക്കൾ പറയുന്നത് BJPക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് ആരാണോ വരിക ആ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും എന്നാണ് പറയുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ഒരു മുന്നണിക്കായിരിക്കും അവരുടെ പിന്തുണ എന്നാണ്. ആ മുന്നണി ആരായിരിക്കും? അത് ഇപ്പോഴത്തെ ഇതുവരെയുള്ള നിലപാടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് LDFനായിരിക്കും ആ പിന്തുണ പ്രഖ്യാപിക്കാൻ പോവുക എന്നതാണ്. ഈ ദേശീയ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ കമ്മിറ്റികൾ ആ കമ്മിറ്റികളുടെ ഘടനയൊക്കെ ആ ഘടന പ്രകാരം താഴെത്തട്ടിലേക്ക് ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശം പൂർണ്ണമായും ഞങ്ങളുടെ പ്രവർത്തകർ പാലിക്കുമെന്നാണ് MK ഫൈസി പറഞ്ഞിട്ടുള്ളത്. മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു ഭിന്നത SDPയിൽ തന്നെയുണ്ട്. മഞ്ചേശ്വരത്ത് BJPക്ക് ജയസാധ്യതയുള്ളതിനാൽ അവിടെ SDPയുടെ സ്ഥാനാർത്ഥിയെ വലിയ സമ്മർദ്ദത്തെ തുടർന്നാണ് പിൻവലിച്ചത്. പക്ഷേ ഇപ്പോഴും അവിടെയുള്ള പ്രാദേശിക ഘടകം SDPയുടെ പ്രാദേശിക പ്രവർത്തകരൊക്കെ അങ്ങനെ BJPയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന ഒരു നിലപാടുകാരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നാണ്. അതായത് BJP ജയിച്ചു വന്നാലും അത് SDPയുടെ ചെലവിലേക്ക് എഴുതിത്തള്ളേണ്ടതില്ല. അതിന് ചില വ്യാഖ്യാനങ്ങളൊക്കെ അവർ ഇന്ന് പ്രസാധകനിലൊക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് പ്രാദേശികമായ അവിടുത്തെ ഈ മുസ്ലിം ലീഗിൻ്റെയും SDPയുടെയും പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യം മാത്രമാണ്. പക്ഷേ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഈ SDPയെ സംബന്ധിച്ച് നോക്കേണ്ടത്. ആ നിലയിൽ ഒരു BJP വിരുദ്ധ കർശന നിലപാട് സ്വീകരിക്കേണ്ട പാർട്ടിയാണ് അത്. ഈ നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും CPIM ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞില്ലേ, മറ്റൊരു നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതായത് SDP വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ എന്ന വിശേഷണത്തോടു കൂടി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ SDPയുടെ വോട്ട് വേണ്ട എന്നുള്ള കാര്യം ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. തീർച്ചയായും ഞാൻ അസിതയിലേക്കാണ് പോകുന്നത്. അസിത, ഈ പറഞ്ഞതുപോലെ SDPI ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണെന്ന് നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയനോട് ഇന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ SDPയുമായി ഡീലുണ്ടോ, SDPയുടെ വോട്ട് വേണമോ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെയൊക്കെ അതിശക്തമായ അഡമന്റെതായ നിലപാടെടുത്ത പിണറായി വിജയൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊരു മതസംഘടനയുടെയും ഒരു തീവ്രവാദ സ്വഭാവ സംഘടനയുടെയും വോട്ട് വേണ്ട എന്ന ഒറ്റ വരിയിൽ ഈ പറഞ്ഞ മുഴുവൻ വിവാദങ്ങൾ അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, തരാതരം പോലെ ചില സംഘടനകളെ വർഗീയ ചാപ്പ കുത്തുകയും ആവശ്യം വരുമ്പോൾ അവർക്കൊരു മതേതര സ്വഭാവമുണ്ടെന്ന് പ്രതിജനിപ്പിക്കുകയും ചെയ്യുമ്പോൾ നേരത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ, ആ വാക്കിനുപ എന്തും ചെയ്യാനാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് CPM ആണെന്ന ആരോപണമാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ ഇതിനെ CPM എങ്ങനെ പ്രതിരോധിക്കും? എന്തായിരിക്കും CPMന്റെ ഇതിന്റെ ഒരു ഡിഫൻസ്? സുഹൈൽ, SDP ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, RSS ആയിക്കോട്ടെ, ഇവരോടൊക്കെ സ്വീകരിക്കേണ്ടത് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ എന്ത് ഗുണമുണ്ടാകും എന്നത് നോക്കിയുള്ള സമീപനമല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഉറച്ച വിശ്വാസം. ഇതൊക്കെയും വർഗീയ സ്വഭാവത്തിലുള്ള സംഘടനകളാണ്, അത് നമുക്കറിയാവുന്നതാണ്. കാലാകാലങ്ങളിൽ അവരുടെ പ്രവർത്തനം അത് തെളിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ് മാത്രം നോക്കി സംഘടനകളോട് നിലപാട് സ്വീകരിക്കുന്നത് ആരായാലും ശരിയല്ല. പിന്നെ ഇപ്പോൾ SDPയുടെ ഒരു പ്രവർത്തന രീതി നോക്കൂ. അവർക്ക് ഇപ്പോൾ വേണ്ടത് സമൂഹത്തിലൊരു വിസിബിലിറ്റിയാണ്. അതിനാണ് SDPയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് നോക്കൂ. അവർ BJPക്കെതിരെ സംസാരിക്കുകയാണ്, RSSനെതിരെ സംസാരിക്കുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ ചേരിയിൽ RSSനോടും BJPയോടുമുള്ള ഒരു പൊതു നിലപാടുണ്ട്. അതിനെ തങ്ങൾക്ക് അനുകൂലമായ നിലയിൽ മാറ്റാനാണ് നിലവിൽ SDPയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവരുടെ ഐഡിയോളജി എന്താണ്? അതും ഇത് തന്നെയാണ്. ഒന്ന് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിൽ മറ്റൊന്ന് ഭൂരിപക്ഷ വർഗീയതയാണ് എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ RSSനോടുള്ള കേരളത്തിന്റെ മതേതര ചേരിക്കുള്ള നിലപാടിനെ തങ്ങൾക്ക് അനുകൂലമായ നിലയിൽ മാറ്റുക എന്നതിനൊപ്പം തന്നെ ആ വോട്ടുകളെ പൂർണ്ണമായും സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ SDPക്ക് മാത്രമാണ് സാധിക്കുന്നത് എന്നൊരു നെറേറ്റീവ് കൂടി അവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് അങ്ങേയറ്റം അപകടകരമാണ്. നിലവിൽ RSS പോലെ നെറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ ഈ പറഞ്ഞതുപോലെ ഇടത് നേതാക്കൾക്ക് അതിലൊരു പങ്കുണ്ട്. അതായത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം ഈ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം മുസ്ലിം പോപ്പുലേഷൻ 5% മാത്രമാണ് SDPയും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന്. ഈ 5% വരുന്ന ഈ SDPI ജമാഅത്ത് ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ മൊത്തം മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും വലിയൊരു പവർ ഉണ്ട്, ഇത്രയും വലിയൊരു ഹാൻഡ് ഉണ്ട്, എഡ്ജ് ഉണ്ട് ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് അവർ പറയാൻ ശ്രമിക്കുന്നു. അസിത പറഞ്ഞു, അവർക്ക് അങ്ങനെ ഇല്ല എന്ന് പറയാൻ ഇടതുപക്ഷത്തിനാകണം, ആ വോട്ട് വേണ്ട എന്ന് പറയണം. അങ്ങനെ ചെയ്തുകൂടെ എന്നാണ് എന്റെ ചോദ്യം. ഈ ആകെ മുസ്ലിം സമുദായം എന്ന നിലയിലേക്ക് SDPക്ക് ഒരു പരിവേഷം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നില്ല കേട്ടോ. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അവരോട് വളരെ വ്യക്തമായി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ആ പരിവേഷം ഇല്ല.
അതായത് ഈ പറഞ്ഞ ആകെ മുസ്ലിങ്ങളുടെ 5% മാത്രമാണ് SDPI എന്ന സംഘടനയിൽ വരുന്നത്. അപ്പോൾ അവരോട് ഇത്രത്തോളം മമത വേണമെന്ന് ഞാൻ ചോദിക്കുന്നു. ഇപ്പോൾ SDPI വോട്ട് വേണം, അത് കൃത്യമായി പറയാൻ എന്തുകൊണ്ട് CPM പേടിക്കുന്നു, മടിക്കുന്നു എന്നുള്ള എന്റെ ചോദ്യം. അതിപ്പോൾ സുഹൈൽ ഒരു തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിനെ അവർ ആ നിലയിൽ കാണുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അടിവരയിടുന്നത് ഈ സംഘടനകളോട് ഒന്നും സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിനെ മുൻനിർത്തിയുള്ള നിലപാടല്ല എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ SDPI മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ഒരു വിശാല സ്പേസിലേക്ക് അവർ എങ്ങനെ എൻ്റർ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അവർ RSSനെതിരെ BJPക്കെതിരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് അവരും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ RSSനും BJPക്കും ഓൾറെഡി ഇന്ത്യയുടെ ഈ സാഹചര്യത്തിൽ അവർക്ക് എന്തും ചെയ്യാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ അവർ അതിന് കുറച്ചുകൂടി ഊന്നൽ നൽകി അവരുടെ പൊളിറ്റിക്സ് പറയുന്നു. SDPക്ക് അതില്ല. നിലവിൽ അവർ സൈലന്റായി നിൽക്കുകയാണ്. അപ്പോൾ എവിടേക്കൊരു എൻട്രൻസ് കിട്ടും എന്ന് നോക്കി നിൽക്കുന്ന അവർ RSS വിരുദ്ധ കേരളത്തിന്റെ മതേതര ബോധത്തെ ഉപയോഗിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഏറ്റവും അപകടകരം. അപ്പോൾ ഈ സംഘടനകളോട് സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ് മുൻനിർത്തിയുള്ള നിലപാടല്ല, ഏത് രാഷ്ട്രീയ കക്ഷിയായാലും. ഇനി SDPI നിലപാട്, SDPI വോട്ട് വേണ്ട എന്ന് ഏതെങ്കിലും കക്ഷി പറഞ്ഞു വന്നിരിക്കട്ടെ, അതിപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, പക്ഷേ ഈ വോട്ടുകൾ എവിടെയായാലും പോൾ ചെയ്യപ്പെടും. അത് മുൻ തെരഞ്ഞെടുപ്പുകളിലും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരസ്യമായി നിലപാടെടുത്തത് കൊണ്ട് മാത്രമേ ഈ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുന്നില്ല. അവർ പോൾ ചെയ്യും. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കക്ഷിക്ക്, പ്രത്യേകിച്ചും RSSനോട് പോരാടാൻ ഞങ്ങളെ ഉള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ ഈ അവസരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരം കൂടിയാണ്. പതിവില്ലാത്ത രീതിയിൽ ഇത്തരം സംഘടനകൾക്ക് വിസിബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷ സാഹചര്യം. ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. നിലവിൽ ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് ഇല്ലാതായാൽ അതിന് ഗുണഭോക്താക്കൾ BJP ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ BJP ഒരു മുഖ്യ പ്രതിപക്ഷമായി മാറിയാൽ സമാനമായി പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയതയുടെ അതേ കോയിന്റ് മറുവശമാണ് SDPI എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്കും ഇത്തരത്തിൽ, അതായത് കോൺഗ്രസ് ഇല്ലാത്ത കേരളത്തിൽ ഈ കണ്ട SDPI ആയിരിക്കും നമ്മൾ കാണുക. അതിനും ശക്തിയായ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ സ്വരമായി മാറാനൊക്കെ ശ്രമിക്കുന്ന ഒരു SDPI ആയിരിക്കും കാണുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇല്ലാതാകും എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയിൽ നിന്ന് മെച്ചമുണ്ടാക്കാൻ പോകുന്ന ഒരു സംഘടന കൂടി ആയിരിക്കും SDPI. ഞാൻ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സുഹൈൽ, ഒന്നാമത്തെ കാര്യം, കേരളത്തിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ വർഗീയ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികൾ അവരുടെ പുറമേക്കുള്ള രൂപം എന്താണെങ്കിലും, അവർ അണിയുന്ന പരിവേഷം എന്താണെങ്കിലും അത് തള്ളിപ്പറയേണ്ടതും മാറ്റി നിർത്തേണ്ടതുമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ SDPI പോലെയുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകൾ അവർ കൂടുതൽ വിസിബിലിറ്റി കിട്ടാനും കൂടുതൽ സ്വീകാര്യത കിട്ടാനും, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാനുമാണ് അവർ ഈ നടത്തുന്ന ശ്രമങ്ങളൊക്കെ എങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം ഇപ്പോൾ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾക്കുണ്ട്, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, CPIഎമ്മിനുണ്ട്, കോൺഗ്രസിനുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ വോട്ടിൻ്റെ ബലം, അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ആ ഗുണത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ SDPIയുമായി ഒരു നീക്കുപോക്ക് കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള CPM പോലെ ഒരു ഇടത് കക്ഷി സ്വീകരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. എങ്ങനെയാണെന്നെങ്കിൽ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണച്ചതിനെ അല്ലെങ്കിൽ വർഗീയ പാർട്ടിയുടെ പിന്തുണയായി അവർ ചിത്രീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വലിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല. ഇവിടെ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ SDPയുമായി നീക്കുപോക്കുണ്ടായി എന്ന ആരോപണവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇതുപോലെയുള്ള വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട്, അത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായാലും ശരി, അതല്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ധാരണയോ സഖ്യമോ എന്ന നിലയിൽ ആണെങ്കിലും ശരി, ഞങ്ങൾക്കത് ആവശ്യമില്ല എന്ന ആർജവത്തോടുകൂടി പരസ്യമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഈ അധ്യായം. പക്ഷെ അത് തുറന്നു പറയാതെ അതിനെ വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് അത് ഇടതുപക്ഷത്തെ മാത്രമല്ല, ആ പരാതിയും ആ ആക്ഷേപവും വെൽഫെയർ പാർട്ടിയെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് UDFന് ബാധകമാണ്. പിന്നെ ഇതുപോലെയുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർ പുറമേക്ക് പറയുന്നത് അവർ RSS വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാണെങ്കിൽ അവരെ സ്വീകരിക്കണമോ വേണ്ടയോ, അവരെ കൊള്ളണമോ തള്ളണമോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ശക്തമായ രാഷ്ട്രീയ വേരോട്ടമുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾക്ക് വളരെ ആർജവത്തോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കാം. അവർ പോലും സോഫ്റ്റായിട്ടാണ് പല കാര്യങ്ങളിൽ ഇടപെടുന്നത്, ആക്ഷേപം അവർ നേരിടുന്നത്. ഇനി SDPI ആയാലും വെൽഫെയർ പാർട്ടി ആണെങ്കിൽ അവർ പ്രവർത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ജനാധിപത്യ പരിസരത്തിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവർക്ക് പ്രവർത്തിക്കേണ്ടത്. അവിടെയാണ് CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത്, അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന്. ആ സ്റ്റാൻഡ് ക്ലിയർ ആണ്.
അതേസമയം അത് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് വി ശിവൻകുട്ടിക്ക് പറയേണ്ടി വരുന്നത് ഏത് വോട്ടും ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്ന്. അതുകൊണ്ടാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് പറയേണ്ടി വരുന്നത് വർഗീയത ചാപ്പകുത്തി ഇന്ന വോട്ടുകൾ വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ഇവരുടെ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ വേണ്ടി ലീഗ് നേതാക്കൾക്ക് ഇടപെടേണ്ടി വരുന്നത്. ആ സാഹചര്യത്തെ മാറ്റണമെങ്കിൽ അതിനെ ഈ പറഞ്ഞതുപോലെ അവരുടെ വിസിബിലിറ്റിയാണ് അവർ ശ്രമിക്കുന്നത്, അവരെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. CPIM SDPI ഡീൽ ആരോപണം വികസനം ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയെന്ന് പി രാജീവ്. BJP CPIM ഡീൽ എന്ന പ്രചാരണം പരാജയപ്പെട്ടതാണ് SDPI ആരോപണത്തിന് പിന്നിലെന്നും പി രാജീവ് 24നോട്. അതേസമയം CPIM SDPI ബന്ധത്തെക്കുറിച്ച് UDF നേതൃത്വം പറഞ്ഞിട്ടുണ്ടെന്ന് അബ്ദുൾ സമദ് സമദാനി. അതിനപ്പുറത്തേക്ക് ഒന്നും രാഷ്ട്രീയമായി പറയാനില്ല, ഭരണമാറ്റം ഉറപ്പാണെന്നും അബ്ദുൾ സമദ് സമദാനി. പ്രതികരണങ്ങളിലേക്ക്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചർച്ചകൾ ഡൈവേർട്ട് ചെയ്യുന്നു. SDPIയുടെ സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുണ്ടല്ലോ. BJPയുടെ അത് ബലൂൺ പോലെ പൊട്ടിപ്പോയി. അപ്പോൾ അടുത്തത് ഒരു വിവാദം കൂടി സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ശ്രമം മാത്രമാണ്. ഇതെല്ലാം കാണുമ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ടാവുക. രണ്ട്, കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് UDF ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം പൂർണ്ണമായിട്ട് LDFനായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഒരു വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ ചർച്ചകളാകെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമം ബോധപൂർവമായി നടത്തുന്നു. UDFന്റെ നേതാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. UDF അല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ, പറയേണ്ടവർ പറയുന്നുണ്ടല്ലോ. UDF നേതാക്കൾ പറഞ്ഞെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്, അവർ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യക്രമം എന്ന് പറയുന്നത് 10 കൊല്ലത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ജനവികാസത്തിനും ജനക്ഷേമത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഡീല് പുതിയ ആരോപണ ഖോദയിലേക്ക് ഇറങ്ങുന്നു. ഡീൽ ആരോപണം അത് SDPI ഡീലാണെന്ന് മാത്രം. ഹഷ്മിയിലേക്കാണ്. ഹഷ്മി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾ ഇടതിനേറ്റ കോട്ടം അത് ഒരുപാട് ഫാക്ടറുകളുടേതാണ്. അതിലൊരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചൊരു സാധനം നമ്മൾ തീർച്ചയായും പറയേണ്ടത് മുസ്ലിം വോട്ടുകൾ അകന്നു എന്നുള്ളതാണ്. അത് ഈ പ്രത്യേകിച്ച് ഏതെങ്കിലും സംഘടനയോട് അഫിലിയേറ്റ് ചെയ്യാത്ത നിഷ്പക്ഷരായ വോട്ടുകൾ പോലും അകന്നു. അതിന് പല കാരണങ്ങളും. അങ്ങനെ മുസ്ലിം വോട്ടുകൾ അകന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പോക്കറ്റ് വോട്ടുകളെങ്കിലും ഇതിലേക്ക് ചേർത്ത് വെക്കണം എന്നുള്ളൊരു LDFന്റെ ബോധ്യത്തിൽ നിന്നാണോ SDPIക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്താത്തത്? ഒന്ന്. അതേസമയം PDP വോട്ടുകളും ചേർത്ത് കിട്ടുന്നുണ്ട്. SDPI ഡീല് അത് ആർക്ക് മെച്ചമുള്ളതായിരിക്കും? ഈ ആരോപണത്തിന് ബലം, അതായത് CPM SDPI ഡീൽ എന്ന ആരോപണത്തിന് ബലം പകരുന്നത് എന്താണ്? സുഹൈൽ, അങ്ങനെ എൻബ്ലോക്കായി അത് കേഡർ വോട്ടാണ്. എൻബ്ലോക്കായ വോട്ട് വരികയാണെങ്കിൽ ഉറപ്പായി വലിയ മെച്ചോട്ട് തർക്കമില്ല. സുഹൈൽ, ഞാൻ വ്യക്തിപരമായി എൻ്റെ ജേർണലിസത്തിനെ പ്ലേസ് ചെയ്യുന്നത് അധികാരത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുക, അധികാരത്തോട് ചോദ്യം ചോദിക്കുക എന്ന നിലയ്ക്കാണ്. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും നമ്മൾ എല്ലാവരും വിമർശിക്കാറുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് BJP വിമർശനം ഉണ്ടാകുമ്പോൾ അവർ പറയുക ഇവൻ മുൻ SFIക്കാരാണെന്ന് പറയും. CPM വിമർശനം ഉണ്ടാകുമ്പോൾ നേരത്തെ കുറച്ചാൾ മുമ്പൊക്കെ പറയുന്നത് ഇവർ ഇടതുവിരുദ്ധ മാപ്ര എന്നൊക്കെ വിളിക്കുമ്പോൾ ഇപ്പോൾ പുതിയ കാലത്തേക്ക് കേൾക്കുന്ന പേര് നോക്കിയുള്ള ചാപ്പയുണ്ട്, സുഡാപ്പി എന്നാണ് വിളിക്കാറുള്ളത്. അതിൽ ഒരാൾ നിരന്തരം എന്നെ വിളിക്കുന്ന റഫീഖ് എന്നതാണ് പേര്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേവലം സൈബർ മാത്രമല്ല, ഏതോ ഭാരവാഹി എന്നാണ് സുഡാപ്പി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ദിനേന എന്നോണം തെറി എന്ന മട്ടിൽ സുഡാപ്പി എന്ന് വിളിക്കുന്ന ആൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ആ കക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് സുഡാപ്പിയുടെ അല്ലെങ്കിൽ SDPIയുടെ ജനാധിപത്യത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് എൻ്റെ ഇന്നത്തെ രാവിലെ ധന്യമായി, എൻ്റെ പുലരി ധന്യമായി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായ 2ാം ദിവസം SDPI ചോദ്യത്തിലാണ് അദ്ദേഹം അസഹിഷ്ണുത ഇൻടോളറൻസിൽ മാറി. 3ാം ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി ഒരു സ്റ്റേജ് മാനേജർ വാർത്താ സമ്മേളനമായിരുന്നു. എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചു. പിന്നെ എടുത്ത 3 ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ കൈരളി, 1 ചോദ്യം ദേശാഭിമാനി, എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞ് പ്രശ്നം ഉണ്ടായി വന്നിരുന്നപ്പോഴും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നുമില്ല. ആകെ പ്രശ്നം, ആകെ അസ്വസ്ഥത. കാരണം എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇന്ന് തോമസ് ഐസക് ആലപ്പുഴയിൽ ഇരുന്ന് പറയുകയാണ് SDPI വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഏത് ഐസക്കാണ് പറയുന്നത്? അഭിമന്യുവിന്റെ കൊലപാതക കാലത്ത് ഇവർ IS ഭീകരവാദികളെ പോലുള്ളവരാണെന്നും കേരളത്തിലെ സമൂഹം മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നും എന്ന് ഫേസ്ബുക്കിൽ എഴുതിയ പ്രസംഗിച്ച് നടന്ന തോമസ് ഐസക് പറയുകയാണ് അവിടെ SDPI വോട്ട് വേണമെന്ന് പറയും. ഏത് ആലപ്പുഴയിലാണെന്ന് ഓർത്ത് നോക്കൂ. അവിടെ നിരന്തരം SDPI RSS സംഘർഷങ്ങൾ നടക്കുന്ന, VSന് പ്രസ്താവനയിൽ ഇടപെടേണ്ടി വന്ന, അവിടെ RSSകാർ ക്രൂരമായി കൊലപ്പെടുത്തിയ ഷാന്റെ പ്രതികാര കൊലയായ രഞ്ജിത്ത് ശ്രീനിവാസന്റെ തല കൂടം കൊണ്ട് അടിച്ചു പൊട്ടിച്ച് കൊന്ന ക്രിമിനൽ പണി നടന്ന ആലപ്പുഴയിൽ ഈ പറഞ്ഞ അവിലും മലരും കുന്തിരിക്കവും കാത്തുവെച്ച് വരുന്നുണ്ട് കാലം മാറുന്ന ധ്രുവീകരണ മുദ്രാവാക്യം ഉണ്ടായ അതേ ആലപ്പുഴയിൽ ഇരുന്ന് അതേ ഐസക് പറയുകയാണ് ഞങ്ങൾ SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ഈ കേന്ദ്രം ചെയ്യുന്ന അപരാധം എന്താണ്? കേന്ദ്രം ചെയ്യുന്ന അപരാധം ഈ കൂട്ടത്തിന് പൊളിറ്റിക്കൽ പേട്ടണഞ്ഞ് ഉണ്ടാക്കി കൊടുക്കലാണ്. MA ബേബിക്ക് പോലും ഈ പറയുന്ന അക്കാദമിക സൈദ്ധാന്തിക ഈ വർത്തമാനത്തിനപ്പുറം
STPയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിയുന്നില്ല എന്ന അഴകുഴമ്പനായ ഒരു കണ്ണു നോക്കൂ. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. സുഹൈൽ, അതായത് നമ്മുടെയൊക്കെ സംഘടനാ കാലത്ത് ജീവൻ കൊടുത്തായാലും വർഗീയതയോട് ചെറുത്ത് നിൽക്കണമെന്ന പാർട്ടി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആ പഠനങ്ങളൊക്കെ കുഴിച്ചു മൂടി ഏത് വർഗീയവാദിയുടെ വോട്ട് വാങ്ങി മൂന്നാമൂഴം എന്നതിലേക്കാണ് പോക്കെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ചെയ്യേണ്ടത് ഈ പറഞ്ഞ PFIക്കാർ കുത്തിക്കൊലപ്പെടുത്തിയ അഭിമന്യുവിൻ്റെ, ഇവിടെ ലോ കോളേജിൽ പീഡിപ്പിക്കാർ വെട്ടിക്കേറി കൊലപ്പെടുത്തിയ സക്കീറിന്റെ കുഴിമാടത്തിന് മുകളിൽ മിനിമം ഒരു കറുത്ത തുണി വിരിച്ചിടണം. എന്നിട്ട് വേണം ഈ പണിക്കിറങ്ങാൻ. രണ്ടാമത്തെ കാര്യം, വാർത്താ സമ്മേളനം. അതിനി കടക്ക പുറത്തെന്ന് പറഞ്ഞാലും വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞാലും കയറി വാടാ മോനെ എന്ന് പറഞ്ഞാലും അത് PV ആണെങ്കിലും VD ആണെങ്കിലും മോഡി ആണെങ്കിലും ആർജവമുള്ള ഒരുത്തൻ അവിടെ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് രോഷപ്പെട്ട് കാര്യമില്ല. ഇവിടേക്കിലേക്കാണ് അതിനിവിടെ ഈ പറഞ്ഞതുപോലെ ഈ STPI വോട്ടുകൾ വേണ്ട എന്ന് പറയുന്നില്ല, അത് എൻഡോസ് ചെയ്യുന്നില്ല. ഇപ്പൊ വേണ്ട എന്ന് പറയുമ്പോൾ STPI അവർക്കൊരു ലെജിറ്റിമസി ഇവിടെ കൊടുക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, STPI എന്ന സംഘടന തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനയാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും 2007 നിയമസഭയിൽ പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ എടുത്ത് കേട്ടതാണ്. അതിൽ പ്രതിപക്ഷം ഇത് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം സംസാരിച്ചപ്പോൾ ബഹളം വെച്ചപ്പോൾ STPI പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിന് ഇത്ര ഭയം എന്ന് ചോദിച്ച പിണറായി വിജയനോട് തിരിച്ചും അതേ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയാണ്. STPIയെ പറ്റി ചോദിക്കുമ്പോൾ എന്തിന് ഇത്ര അസഹിഷ്ണുത എന്ന ചോദ്യം വരുന്നു. അപ്പോൾ ഞാൻ STPIയിൽ മാത്രമല്ല എൻ്റെ ഊന്നൽ നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമിൽ കൂടിയാണ്. ജമാഅത്ത് ഇസ്ലാമി 2006 മുതൽ ഈ CPIയുമായി ചേർന്ന് നിന്നതും അതിൻ്റെ പഴയ ദൃശ്യാവിഷ്കാരം നമ്മൾ കണ്ടതാണ്, പഴയ ബൈറ്റുകൾ നമ്മൾ കണ്ടതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ 2016 ശേഷം ജമാഅത്ത് ഇസ്ലാമിക്ക് 2006 സ്വഭാവത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ 2016 മുതൽ ജമാഅത്ത് ഇസ്ലാമിന്റെ സംഘടന LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ രാഷ്ട്രീയ കക്ഷിയെ മാറുന്നു, തീവ്രവാദ സ്വഭാവമുള്ള കക്ഷിയെ മാറുന്നു. STPIയും 2026 വരെ അത്തരത്തിലുള്ള സംഘടന തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അങ്ങനെയല്ല. ഈ തരാതരം പോലെ ഇത്തരം സംഘടനകൾക്ക് വർഗീയതയുടെ ചാപ്പ കുത്തി കൊടുക്കുമ്പോൾ യഥാർത്ഥമായ ആദർശ രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കുകയല്ലേ CPM ചെയ്യുന്നു? സുഹൈലി, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന നിലയിൽ, ഒരു ഏണി എന്ന നിലയിലാണ് ഇത്തരം സംഘടനകളെ തരാതരം പോലെ ഇടതുമുന്നണി ഉപയോഗിക്കാറുണ്ട്. അത് എല്ലാ കാലവും ആ നിലയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. അത് 65-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ അധികാരത്തിനായി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്നൊക്കെയുള്ള സൈദ്ധാന്തികമായ വ്യാഖ്യാനങ്ങളൊക്കെ മുൻകാലത്ത് കേരളം കേട്ടതാണ്. അതിൻ്റെ ആ നിലയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ സംഭവത്തെയും കാണേണ്ടത്. കാരണം ചില മണ്ഡലങ്ങളിലെങ്കിലും SDPI നിർണായക ശക്തിയാണ്. നേരത്തെ നിഖിൽ പ്രമേഷ് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളെങ്കിലും വളരെ നിർണായകമാണ്. ആ ജില്ലയെ നോക്കുകയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇതേപോലെ SDPIയുടെ വോട്ടുകൾ ശരാശരി ഒരു 10,000 വോട്ടുകളെങ്കിലുമുള്ള ചില മണ്ഡലങ്ങളെങ്കിലുമുണ്ട്. അവിടെയൊക്കെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിന് SDPIയുടെ വോട്ട് സഹായകമാകും. അതുകൊണ്ട് LDF ഏതായാലും ഇപ്പോൾ പരസ്യമായി അവരെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. 2021-ലും V ശിവൻകുട്ടിക്ക് നേമത്ത് വിജയിച്ചപ്പോൾ അന്നും SDPIയുടെ പിന്തുണയുണ്ടായിരുന്നു. അത് പിന്നീട് അതിൻ്റെ നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അത് ആ നിലയിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം നോക്കുകയാണെങ്കിൽ ഈ വിവാദമായിട്ടുള്ള വേങ്ങരയിലെ സ്ഥാനാർത്ഥി 2016-ൽ സ്വതന്ത്രനായി നിൽക്കുകയും അതിനെ SDPI പിന്തുണയ്ക്കുകയെന്ന് പറയുന്നു. ഏതായാലും SDPIയുടെ ഒരു സ്വതന്ത്രൻ എന്ന നിലയിലാണ് നമ്മളതിനെ കാണേണ്ടത്. അത് 2021-ൽ അത് SDPIയുടെ സ്വതന്ത്രൻ എന്ന നിലയിൽ തന്നെ നമുക്കത് കാണാം. ഒരു CPIM ഒരു സ്വതന്ത്രനെ നിർത്തുന്നു, ഇന്നസെൻറ്റിനെ ആദ്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരെങ്കിലും നിർത്തിയാൽ അത് ആ പാർട്ടിയുടെ സ്വതന്ത്രൻ തന്നെയാണ്. നേരത്തെ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിനെ സബാഹിനെ പിന്തുണയ്ക്കുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. അതുപോലെ മങ്കട മണ്ഡലത്തിൽ അവിടെ കുന്നത്ത് മുഹമ്മദ് മുസ്ലിം ലീഗിൽ നിന്ന് വന്ന നേതാവാണ്, വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അവിടെയും SDPIയുടെ വോട്ടുകൾ നിർണായകമാകും എന്ന കണക്കുകൂട്ടൽ LDFനുണ്ടാകും. അങ്ങനെ LDFനെ സംബന്ധിച്ച് നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമടക്കം പറഞ്ഞതുപോലെ നേരത്തെ വലിയ ചർച്ചകളൊക്കെ CPIM നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായൊക്കെ നടത്തിയിട്ടുള്ളതാണ്, അവരുടെ നേതാക്കളുമായി നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തരാതരം പോലെ ഈ അധികാരത്തിന് വേണ്ടി ഈ വർഗീയ പാർട്ടികളുമായി ചേരാറുണ്ട്. അത് പക്ഷേ സമ്മതിക്കുന്നില്ല, പരസ്യമായി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് CPIMനെ സംബന്ധിച്ച പോലെ വർഗീയ ശക്തികൾക്ക് ഇന്ന സംഘടന ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ അത് വർഗീയ സംഘടന അല്ലാതാകുന്നു, ചേരാതിരിക്കുമ്പോൾ അത് അങ്ങനെയാകുന്നു ചാപ്പ. അതങ്ങനെ CPIMന്റെ ഒരു അധികാരമായൊന്നും കണക്കാക്കാൻ നമുക്ക് തൽക്കാലിക ഘട്ടത്തിൽ കഴിയില്ല. അപ്പോൾ ഞാൻ വളരെ കൃത്യമായി ചോദിക്കാൻ പോകുന്നത്, ഈ CPM ഇത്തരത്തിൽ, അതായത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി UDF ബന്ധം ചോദ്യം ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് VD സതീശൻ്റെ പ്രതികരണം എൻ്റെ ഓർമ്മയിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദമൊന്നുമില്ല, അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി വെളുപ്പിക്കുന്ന രീതിയിലേക്ക് പോലും, അതുണ്ടോ ഇല്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോലും VD സതീശൻ്റെ പ്രതികരണം പോയി. തൽക്കാലം CPIMൽ നിന്ന് ഇത്തരത്തിൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആശ്വാസം, ഇല്ലെങ്കിൽ ഒരു വെളുപ്പിക്കൽ പ്രതികരണം നമ്മൾ കേട്ടേനെ. അപ്പോൾ ഇതൊരു നിലപാട് മാറ്റം അത് അണികൾക്കിടയിൽ, പ്രത്യേകിച്ച് കേഡർ
അണികൾക്കിടയിൽ അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുമോ? ഡീൽ ഉണ്ടോ ഇല്ലയോ എന്നല്ല, അങ്ങനെ ഒരു ഡീൽ ഉണ്ടെന്ന ഒരു പ്രതീതി, ഡീൽ ഉണ്ടെന്ന ചർച്ച, അത് ഈ കേഡർ വോട്ടുകളെ കോട്ടം തട്ടിക്കുമോ? ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്തരത്തിൽ SDPയും ജമാഅത്ത് ഇസ്ലാമിയും ചർച്ച ചെയ്യുമ്പോൾ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു ഭൂരിപക്ഷ വോട്ടുണ്ട്, അതിന്റെ ബെനിഫിഷ്യറി BJP ആയിരിക്കും. സുഹേൽ, കേഡർ വോട്ടുകൾ ഇത് എന്തായാലും ബാധിക്കില്ല. കേഡർ വോട്ടുകൾ എന്ന് പറയുന്നത് അടിയുറച്ച വോട്ടുകളാണ്. ഇതിന് എന്ത് വന്നാലും ചിഹ്നത്തിനപ്പുറം ഒന്നിലേക്കും കുത്താൻ പറ്റാത്ത വോട്ടുകളാണ്. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ ഞാൻ ആദ്യം പറഞ്ഞ നിലയിൽ തന്നെ ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു സ്വഭാവം കാണുന്നുണ്ടല്ലോ സുഹേൽ, ഈ മതവുമായി ബന്ധപ്പെട്ട പോളറൈസേഷൻ, ആ നിലയിലുള്ള വോട്ട് ബാങ്കിന്റെ കണക്കുകൂട്ടലുകളൊക്കെ വലിയ നിലയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനം. SDPIയുടെ ആയാലും ഈ സംഘടനകളോടൊക്കെ അതിന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ തന്നെ നിലപാടെടുക്കണം. ഓരോ ആശങ്കയും ഓരോ ആശയക്കുഴപ്പവും ജനങ്ങൾക്കിടയിലേക്ക് അല്പമെങ്കിലും ബാക്കി നിൽക്കാത്ത നിലയിൽ നിലപാടെടുക്കേണ്ട കക്ഷികളുമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കേണ്ട നിലപാടല്ല. അങ്ങനെയാണെങ്കിൽ അത് ദൂരവ്യാപകമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഈ SDPI ഞാൻ തിരികെ വന്ന ഒരു ഇടവേള അനിവാര്യമുണ്ടെന്ന് ഒറ്റ പോയിന്റ് വളരെ ചുരുങ്ങിയ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാലേ, പാലക്കാട് ആകെ 600, 700, 800 SDPI വോട്ടാണ്. അവിടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ ആളുടെ പേര് അവിടുത്തെ പാലക്കാട് MLA ആണ്. ജയിച്ചു. എത്ര വോട്ട് ജയിച്ചു? 18,000. അവിടെ ചരിത്ര പുരുഷത്തിൽ 18,000. അതായത് 18,000-ലധികം ചരിത്ര പുരുഷൻ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് 800 SDPI വോട്ട് കിട്ടിയെന്ന് വിചാരിച്ചോട്ടെ. ആ രാഹുൽ മാങ്കൂട്ടത്തിന് SDPI MLA നേക്കേവാലം വിളിച്ചെങ്കിൽ നേമത്ത് ശിവൻകുട്ടി ജയിച്ചു വന്ന SDPI MLA വിളിക്കോ? SDPI MLA വിളിക്കോ? അല്ലല്ല, അതല്ല ചോദ്യം. എന്റെ ചോദ്യം അതല്ല. അവിടുന്ന് ജയിച്ചു. അല്ലല്ല, അവിടുന്ന് ജയിച്ചു. പറഞ്ഞു എന്നോട് പറഞ്ഞു. എന്റെ ചർച്ചയിലാ പറഞ്ഞു. എന്റെ ചർച്ചയിലാ പറഞ്ഞു. അതെനിക്ക് ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞു. പൊതുവെ പറഞ്ഞു വർഗീയ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ എൻകൗണ്ടർ ചർച്ചയിൽ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം വർഗീയ വോട്ട് എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം അങ്ങനെ 800 വോട്ട് വാങ്ങി 18,000 വോട്ട് ഭൂരിപക്ഷം ജയിച്ച രാഹുലിനെ SDPI MLA എന്ന് ഏക്കപാലം വിളിച്ചെങ്കിൽ നാളെ ശിവൻകുട്ടിയെ വിളിക്കേണ്ടി വരില്ല SDPI MLA? എന്തൊരു ഭീകരാവസ്ഥയാണത്. മാത്രമല്ല വീട്ടിലും ചർച്ച തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ധന പ്രതിസന്ധിയും ഒക്കെ ഇവിടെ ചർച്ചയാവുകയാണ്. കൊല്ലത്തെ വീട്ടുകാരെയും കണ്ട് യാത്ര തുടരുകയാണ് മിസസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി. അപ്പോൾ കൊല്ലം ജില്ലയിലൂടെയുള്ള ഈ സവാരി ഗിരിഗിരിയുടെ പ്രയാണം തുടരുകയാണ്. വിനീത, ഉച്ചയാവാറായി. നമുക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ എന്താണ് ഒരു സാഹചര്യം എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അതെ, വീട്ടിൽ കയറി വീട്ടമ്മമാരെയൊക്കെ ഒന്ന് കാണണം. നേരെ അങ്ങോട്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിലെ ചാരുമുകൾ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലൊന്ന് കയറി നോക്കാം. അവർക്ക് എന്താണ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ? ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ഇപ്പൊ കുക്കിങ്ങിന്റെ ഒക്കെ ഒരു തിരക്കായിരിക്കും. ഒന്ന് നോക്കാം. ഇവിടെ ഒരു വീട് കാണാം, ഒന്ന് കയറി നോക്കാം. ഓക്കെ. ചേച്ചി, പുറത്ത് ഭയങ്കര ചൂടാണ്. എങ്ങനെയുണ്ട് ഇന്ന്? ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ചൂട് തന്നെ, ഒരു കുറവും ഇല്ല ചൂടിന്. ഇപ്പം ഒരാഴ്ച കൊണ്ട് ഓരോ ദിവസം കഴിയുന്നൊരു കൂടി ചേട്ടാ, തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങോട്ട് വലിയ ചൂടായിട്ടില്ല. പിന്നെ അലോട്ട്മെന്റ് ഒക്കെ നമ്മൾ ഡൽഹിയിൽ നിന്ന് വരിക. അപ്പൊ അവിടേക്ക് കേൾക്കുന്നു കൊല്ലത്ത് ഇത്തവണ പല മണ്ഡലങ്ങളിലും ഇവിടെ ഇത് കൊട്ടാരക്കര മണ്ഡലം ഇവിടെയൊക്കെ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുമ്പുറത്തോട്ട് വലിയ ഇതായിട്ട് വന്നിട്ടില്ല. കാലാവസ്ഥയുടെ ചൂട് ഇങ്ങോട്ടേക്ക് എത്തിയില്ല. പരിക്കാത്തൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല. ഭയങ്കര ചൂടാണ്. ഇതെന്താ ഗ്യാസ് തീർന്നിട്ട് എടുത്ത് വെച്ചേക്കാണോ? ഗ്യാസ് കിട്ടാനില്ല, അതുകൊണ്ട് എടുത്ത് വച്ചിരിക്കുക. ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് എടുത്ത് വെച്ചേക്കുക. ഇതുവരെ വന്നില്ല. അപ്പൊ ഗ്യാസ് ഒക്കെ തീർന്നു. ഗ്യാസ് തീർന്നു. അപ്പൊ എങ്ങനെയാ ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്? ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി. പഴയ പോലെ വിറകിലേക്കൊക്കെ മാറേണ്ടി വരും. വിറവുണ്ട് നമുക്ക്. ഇല്ലാത്ത വരുന്ന ആളുകൾക്കാണ് ബുദ്ധിമുട്ട്. അതെ. ഇതിപ്പോ എത്ര ദിവസമായി? ഇതിപ്പോ തീർന്നിട്ട് 10 ദിവസമായി. എന്താ പറയുന്ന അവര്? തരാന്ന് പറഞ്ഞു. 45 ദിവസമാണെന്ന് ഇപ്പം പറഞ്ഞേക്കണത് ഗ്യാസ് കിട്ടാനുള്ള. ഈ ഇലക്ഷന്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെയാ തോന്നുന്നു ഇത്തവണ? ഇലക്ഷന്റെ വലിയ ചൂടൊന്നും ഇവിടെ വന്നിട്ടില്ല. എല്ലാ വർഷത്തെയും പോലെയുള്ള എല്ലാ പ്രാവശ്യമുള്ള ഇലക്ഷന്റെ ചൂട് ഇപ്രാവശ്യം ഇല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്.
ചേച്ചി ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയാലോ? സ്പെഷ്യൽ ഒരു തീയലും വെച്ച് ഒരു മത്തങ്ങ കറിയും വെച്ച് കൊട്ടാരക്കാരുടെ സ്പെഷ്യൽ തീയൽ. അതാണ്. ഒന്നും കൂടെ പോയി കാണിച്ചു തരുമോ? പിന്നെന്താ നമ്മള് നല്ല മൺകലത്തിലും അതാണ് അതെ തീയൽ കൊട്ടാരക്കാരുടെ സ്പെഷ്യൽ തീയൽ. അതെ മത്തങ്ങ എന്ത് എരിശ്ശേരി എരിശ്ശേരി മത്തങ്ങ എരിശ്ശേരി. ഇപ്പൊ നമ്മള് ഇലക്ഷന്റെ ഒക്കെ സമയം എന്താ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാവുന്ന ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ഒരു മാറ്റവും ഇല്ല മക്കളെ. ഞാൻ ജനിച്ചപ്പോ മുതല് ഞാൻ LDF ആണ്. എന്റെ വീട് കടയ്ക്കൽ ചിറ പഞ്ചായത്തിലെ മധുര വാർഡാണ് ഞാൻ. എന്റെ സഹോദരന്മാരെല്ലാം LDFകാരാണ്. ഞാനും ആ LDFിൽ തന്നെ. ചേച്ചി അപ്പൊ ഉറച്ച വോട്ടാണ്. എന്റെ വോട്ട് ഉറച്ച വോട്ട്. ആര് വന്നാലും പോയാലും നമ്മളെങ്ങോട്ടും ഇല്ല. ഇല്ല എന്റെ ഭർത്താവല്ല പക്ഷെ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. വീട്ടിലപ്പോ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാം. രാഷ്ട്രീയവും ചർച്ച ചെയ്യാം. ആ ചേട്ടൻ എവിടെയാ? ചേട്ടനപ്പോ വേറെ പാർട്ടിയല്ലേ? ചേട്ടനപ്പോ വേറെ രാഷ്ട്രീയം. ആ തീയലിന്റെ കൂട്ട് പറഞ്ഞിരുന്നതിന്റെ സമയത്ത് ചേച്ചി ഞങ്ങൾക്കൊരു ടിപ്പും കൂടി പറഞ്ഞു തന്നു. ചേട്ടൻ വേറെ പാർട്ടിയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ചോദിക്കായിരുന്നു. ഇപ്പൊ എന്റെ ഹസ്ബൻഡാ, ഞങ്ങൾ ഒന്നിച്ചാ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യും. ചിലപ്പോ ഞങ്ങൾ ചർച്ച ചെയ്ത് അടിയൊക്കെ ഉണ്ടാക്കും. എനിക്ക് കൊച്ചിലെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല. എന്നാലും മനസ്സിലെ രാഷ്ട്രീയം മനസ്സിൽ രാഷ്ട്രീയമുണ്ട്. നമ്മളൊരു പാർട്ടിക്ക് വോട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. രണ്ട് പാർട്ടിയാണ്. രണ്ട് പാർട്ടിയാണ്. ഞാൻ ആ വോട്ട് കൊടുക്കാൻ ഇന്നേവരെ ചേച്ചിയോട് പറഞ്ഞില്ല. പറയില്ല. പക്ഷെ ചേച്ചി അത് മനസ്സിലാക്കി. പക്ഷേ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴേ നമ്മളോട് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ടും മാറില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ കൊച്ചിലെ ഒരു പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്നത്. അത് ഇന്നും പോയിട്ടില്ല. അത് നമ്മളെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ പ്രവർത്തനോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ആ രാഷ്ട്രീയം തന്നെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയമാണ്. പിന്നെ നമ്മൾ ഒരാളോട് ഇന്നാര് കൂട്ടു കൊടുക്കാൻ പറയത്തുമില്ല. അപ്പൊ നീളം പയറിന്റെ റെസിപ്പി ഉറപ്പായിട്ടും ഡൽഹി പോയിട്ട് ഞാൻ ബൽറാമിന് ഉണ്ടാക്കി കൊടുക്കും. താങ്ക് യു ചേച്ചി. ഓക്കെ. അപ്പോൾ നമ്മള് ഇവിടുത്തെ വീട്ടുവിശേഷങ്ങൾ, ചേട്ടന്റെയും ചേച്ചിയുടെയും രാഷ്ട്രീയവും വീട്ടുവിശേഷങ്ങളും ഒക്കെയാണ് അറിഞ്ഞത്. എന്തായാലും മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര തുടരുകയാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അവരുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. നമ്മൾ മറ്റൊരു സെഗ്മെന്റിലേക്കാണ്, ഇലക്ഷന്റെ സെഗ്മെന്റിലേക്കാണ്. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയ കാട്ടാക്കടയിൽ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന ആശങ്കയിലാണ് മുന്നണികളുള്ളത്. 10 വർഷത്തെ വികസന നേട്ടം LDF പ്രചാരണായുധമാക്കുമ്പോൾ പഴയ കോൺഗ്രസ് മണ്ഡലം തിരികെ പിടിക്കാനുള്ള വഴി തേടുകയാണ് UDF. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA. കാട്ടാക്കട ആർക്കും അത്ര സേഫ് അല്ല ഇത്തവണ. 10 വർഷമായി MLA ആയി തുടരുന്ന IB സതീഷ്, ഈ മണ്ഡലം മാത്രം ലക്ഷ്യമിട്ട് കഴിഞ്ഞ 15 വർഷമായി പണിയെടുക്കുന്ന PK കൃഷ്ണദാസ്, പുതുമുഖമാണെങ്കിലും മണ്ഡലത്തിൽ സുപരിചിതനായ MR ബൈജു, 3 പേരുടെയും സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ മണ്ഡലം ശ്രദ്ധേയമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ മത്സരചിത്രം. തീപാറുന്ന മത്സരം നടക്കുന്ന കാട്ടാക്കടയിൽ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. കണക്കുകൂട്ടലുകളിൽ ആർക്കും മേൽക്കൈ പറയാനാകാത്ത സ്ഥിതി. തുടർച്ചയായി 2 തവണ വിജയിച്ച് 3ാം അവസരത്തിന് വോട്ട് തേടുകയാണ് LDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ IB സതീഷ്. കഴിഞ്ഞ വർഷം 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ നിരവധി വെല്ലുവിളികൾ LDF സ്ഥാനാർത്ഥി മറികടക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള മണ്ഡലമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലേശം ക്ഷീണം സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പായപ്പോഴേക്കും ഞങ്ങൾ വ്യക്തമായ മേൽക്കൈ നേടി. UDF സ്ഥാനാർത്ഥി MR ബൈജുവിൻ്റേത് കന്നി അംഗമാണെങ്കിലും മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യം സ്ഥാനാർത്ഥിക്കില്ല. മത്സരം കടുക്കുമെന്ന് സ്ഥാനാർത്ഥിയും സമ്മതിക്കുന്നുണ്ട്. കാട്ടാക്കടയിൽ കടുത്ത മത്സരമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്.
BJP സ്ഥാനാർത്ഥിയും പ്രമുഖനായ സ്ഥാനാർത്ഥികളാണ്. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ ഈ രണ്ട് കക്ഷികൾക്കും എതിരാണ്. ഈ മേഖലയിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു, ഈ നിയോജക മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും എന്നെ അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ സ്നേഹവും താല്പര്യവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കടുത്ത മത്സരമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഒന്നാമതെത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. പൂർണ്ണമായും കാട്ടാക്കട കേന്ദ്രീകരിച്ച് PK കൃഷ്ണദാസ് പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ തുടർച്ചയായിട്ട് ഈ മണ്ഡലത്തിലുണ്ട്. എൻ്റെ രാഷ്ട്രീയവും സംഘടനാപരമായ പൊതുപ്രവർത്തനമൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 BJP ഒന്നാം സ്ഥാനത്തെത്തിച്ചു ഈ കാട്ടാക്കടയിലെ ജനങ്ങൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP NDA ഒന്നാം സ്ഥാനത്തെത്തിച്ച കാട്ടാക്കടയിലെ വോട്ടർമാരും ജനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ ഞങ്ങളെ ഒന്നാം സ്ഥാനത്തെത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. രാഷ്ട്രീയ കണക്കൂട്ടലുകൾക്കപ്പുറത്ത് സർപ്രൈസുകൾ ഇത്തവണ കാട്ടാക്കട കരുതി വെക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ആവേശവും ഇതാണ് വ്യക്തമാക്കുന്നത്. സന്തോഷ് ചേവർക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള വിഷയം, അതിനപ്പുറത്തേക്ക് STPA ഡീൽ. ഇപ്പോൾ ഇതാ ഇന്ന് ഏറ്റവും സജീവമായി നമ്മൾ കേട്ട അടുത്ത വിഷയത്തിലേക്കാണ്. വികസന വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ഇന്നലെ പ്രതിപക്ഷമാണ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത്. വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമ പേജിലൂടെയാണ് നിലപാട് അറിയിച്ചത്. വാർത്താ സമ്മേളനത്തിനും സംവാദത്തിനുമുള്ള സന്നദ്ധത മുഖ്യമന്ത്രി ആവർത്തിച്ചു. സംവാദത്തിന് സംബന്ധിച്ച സ്ഥിതിക്ക് സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തുമെന്നും VD സതീശൻ മറുപടി നൽകി. ആ പ്രതികരണങ്ങളിലേക്ക്. വളരെ സന്തോഷമല്ലേ, അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം, ഏത് പ്രതിപക്ഷമായാലും, കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവുമല്ലോ, ഏത് പ്രതിപക്ഷമായാലും. അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. എന്താ ചെയ്ത്? പലതും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും തയ്യാറാണ്. 24 മണിക്കൂർ നോട്ടീസ് മതി, ഞാൻ അവിടെ എത്തിക്കോളാം അദ്ദേഹമായിട്ട് സംവാദം നടത്താം. അപ്പോൾ നമ്മുടെ കൂടെ SKN കൂടി ന്യൂസ്. അപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു വിഷയം കൂടി ഡയറക്റ്റ് വികസന സംവാദത്തിന് ഇറങ്ങുകയാണ്. അത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് SKN കരുതുന്നത്? എനിക്കൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ അധികം വിവാദ വിഷയങ്ങൾ നമ്മുടെ ഇലക്ഷൻ രംഗത്തുണ്ട്. അപ്പോൾ മാത്രം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വോട്ടെടുക്കുന്നതിന് മുമ്പ് കേരളത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിരിക്കുമല്ലോ മിക്കവാറും സമ്മതിദായകർക്ക് താല്പര്യം. മാത്രമല്ല ഞാൻ ഈ VD സതീശനോടും മുഖ്യമന്ത്രിയോടും ഇന്ന് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൊക്കെ നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടും ചോദിച്ചു, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പം എല്ലാവർക്കും ഒരേ അഭിപ്രായം, വികസനവും കേരളം മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം സധൈര്യം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഏറ്റെടുക്കുമ്പോഴൊരു ചെറിയ പ്രശ്നം, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കാണിച്ചൊരു വിവരക്കേട് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. ഞാൻ വിചാരിച്ചു എൻ്റെ നാവിന് നല്ല അനർഗളമായിട്ട് ഒഴുകാനുള്ളൊരു കഴിവുണ്ട്, ഒരുപാട് വാക്കുകൾ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ കരുതി ഞാൻ ഒരാളോട് ഏറ്റുമുട്ടാൻ പോയി. അവസാനം അയാൾ എന്നെ എടുത്ത് ഭിത്തിയിലൊട്ടിച്ചു എന്ന് മാത്രമല്ല, ആ ഡിബേറ്റ് ഞാൻ തകർത്ത് തരിപ്പണമായി പോയി. അപ്പോൾ നമുക്ക് ആരെയും അങ്ങനെ അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഈ സംവാദം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസന സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നല്ലൊരു ഡിബേറ്ററാണ് VD സതീശൻ, എന്നാൽ മുഖ്യമന്ത്രി പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു മുഖ്യമന്ത്രിയുമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഈ രണ്ട് മുന്നണികളും
അല്ലെങ്കിൽ 3 മുന്നണികളും മനസ്സിൽ വെച്ചിരിക്കുന്നത് ഭാവി കേരളം ഉയർത്തുന്ന കുറേ അധികം വെല്ലുവിളികളുണ്ട്. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പശ്ചിമേഷ്യയിൽ തന്നെ സംഘർഷം വളരുമ്പോൾ കേരളത്തിലേക്ക് ഈ പ്രവാസികൾ മടങ്ങി വരുമോ, അങ്ങനെയൊക്കെ നമുക്ക് ഭയക്കാം. കാരണം ദ മോസ്റ്റ് സേഫ് സിറ്റി ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ വെല്ലുവിളികൾക്ക് മുന്നിലാണ് എന്ന് പറയുന്ന അവസ്ഥയുള്ളപ്പോൾ അവിടെ ഇനി ആജീവനാന്തം കഴിയേണ്ട എന്ന് കരുതി കേരളത്തിലേക്ക് വന്ന് എന്തെങ്കിലും ചെയ്യാം എന്ന് നമ്മുടെ പ്രവാസികൾ കരുതിയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പ്രവാസികൾ മടങ്ങി വന്നാൽ അതൊരു വിഷയമാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾ വിദേശത്ത് കൂടുതൽ കടന്നു പോകുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്താണ് ഈ മുന്നണികൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള അവകാശം നമ്മുടെ ഓരോ വോട്ടറിനുമുണ്ട്. അതിലേക്ക് ഈ സംവാദം പോവുമെങ്കിൽ വളരെ നല്ലതാണ്. ഈ സംവാദം നടക്കേണ്ടതാണ്. നടന്നാൽ അതൊരുപക്ഷെ ഈ നാടിന് പ്രയോജനം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവർക്ക് രണ്ടുപേർക്കും എത്രയോ കാലത്തെ രാഷ്ട്രീയ പരിചയമുണ്ട്, പൊതുപ്രവർത്തന രംഗത്ത് പ്രാഗൽഭ്യമുണ്ട്. അവർ ഏറ്റുമുട്ടട്ടെ. അവർ പറയുന്ന കാര്യങ്ങൾക്കിടയിൽ നമുക്ക് അവരെ വിലയിരുത്താനുള്ള അവസരവും കിട്ടും. അതാണ് എൻ്റെ അഭിപ്രായം. നടക്കണമെന്ന് തന്നെയാണ്. അതെ, എസ്കിൻ പറഞ്ഞ പോലെ തന്നെ ശുഭകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന പ്രചാരവിൽ നിന്ന് ശുഭകരമായ ഒരു വാർത്തയാണ്. ഞാൻ ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഈ പറഞ്ഞതുപോലെ 10 വർഷം ഭരണപക്ഷത്തിരുന്ന ഒരു സർക്കാർ സ്വാഭാവികമായി 10 വർഷം UDF പ്രതിപക്ഷത്താണ്. അങ്ങനെയെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആദ്യത്തെ അജണ്ട എന്ത് സെറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനമാണ്. ജനസാധാരണമായ വിഷയങ്ങളായിരിക്കണം അജണ്ട. അങ്ങനെയാണെങ്കിൽ ഈ 10 വർഷം ഭരണപക്ഷത്തിരുന്ന ഒരു പാർട്ടിക്ക് മേൽ ഈ പറഞ്ഞ പ്രതിപക്ഷം ആദ്യം ഉയർത്തേണ്ടത് വികസന പ്രശ്നങ്ങളായിരിക്കണം, വികസനമായിരിക്കണം. അല്പം വൈകിയോ വികസനം ചർച്ച ചെയ്യാൻ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡീലിലേക്ക് പോകേണ്ടി വന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തായിരുന്നു. യഥാർത്ഥത്തിൽ ഇതും പ്രതിപക്ഷം അങ്ങോട്ട് വെല്ലുവിളിച്ചതല്ല. ഇന്നലെ VD സതീശന്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സുഹൃത്താണ് എസ് അരുൺശങ്കർ ഒരു ചോദ്യമായി ചോദിക്കുന്നു. അതായത് വികസന വിഷയങ്ങളടക്കം ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് എപ്പോഴാണ് ഞാൻ സംവാദത്തിന് തയ്യാറാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമല്ലേ? കാരണം നമ്മൾ മാധ്യമങ്ങൾ വേണോ വികസന പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉയർത്താനെന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെയല്ല, അതേയല്ല. പക്ഷേ പ്രശ്നം ഇവിടെ ഡീൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യമാണ്. BJP സ്ഥാനത്ത് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. പോട്ടെ, വിട്ടേക്ക്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറയുന്നു. ആ വെല്ലുവിളിയായിരുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി നല്ല തിരക്കുള്ള പ്രചരണ ഷെഡ്യൂളുള്ള സമയമാണ്. ഈ ജില്ലകളിലെ പ്രചരണം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നേരെ പോകുന്നത് ധർമ്മടത്തേക്കാണ്. ധർമ്മടത്ത് അവിടെ കണ്ണൂർ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതിനിടയിൽ സമയം കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ആ പറയുന്ന PV-VD സംവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒരു പുതിയ അനുഭവമായിരിക്കും. ഉറപ്പായും വികസനം തന്നെയാണ് അതിൽ ചർച്ച വരിക. എനിക്ക് 2 മിനിറ്റ് തരണേ. അപ്പോൾ അതായത് ആ ചർച്ച ഇപ്പം മുഖ്യമന്ത്രി VD ഇരിക്കുമ്പോഴേക്കും വിഴിഞ്ഞത്ത് പണ്ട് CPM പറഞ്ഞ എന്താണ്, അല്ലെങ്കിൽ ഗെയ് പൈപ്പ് ലൈൻ മറ്റേ ഭൂമിക്കടിയിലെ ബോംബെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കപ്പുറം കുറച്ചുകൂടി കാമ്പായ ചർച്ചകളിലേക്ക് വരുമെന്ന് കരുതാം. സുഹൈൽ, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വളരുന്നു പടരുന്നു എന്ന കാറ്റഗറിയിൽ വ്യവസായ സൗഹൃദം 4 ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ, 8 ലക്ഷം പേർക്ക് ജോലി എന്ന കാര്യം പറയുന്നത്. അപ്പം ഇത് നേരത്തെയും മന്ത്രി P. രാജീവ് പറയുമ്പോൾ നമുക്കൊരു എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് കണക്കാണ്. 5 വർഷം പ്ലീസ് 5 വർഷത്തെയാണെങ്കിലും 10 വർഷത്തെയാണെങ്കിലും അതൊരു ഹ്യൂജ് കണക്കാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ജേർണലിസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. ഉദ്യം പോർട്ടൽ കയറി നോക്കിയപ്പോഴത്തേക്കും അതിനകത്തുണ്ട് ഒരുപാട് സംഭവമുണ്ട്. പക്ഷെ നമുക്കൊന്നും അതിൽ വ്യക്തത വരുന്നില്ല. മാത്രമല്ല ഈ 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഉദ്യം പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്ന ആരും പറയുന്നുമില്ല. ഒരുപാട് പേരെ വിളിച്ചു നോക്കി, ഏതെങ്കിലും തരത്തിൽ വ്യക്തത കിട്ടുന്നതേ ഇല്ല എങ്ങനെയാണ് 4 ലക്ഷത്തിന് കണക്കെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഒരു ജേർണലിസ്റ്റ് ബുദ്ധിക്ക് തോന്നിയത് ഏത് ചെറിയ വ്യവസായമാണെങ്കിലും നമുക്ക് അതിനൊരു വൈദ്യുതി അതിന് അടിസ്ഥാനപരമായ ഒരു വൈദ്യുതി കണക്ഷൻ വേണം, ഒരു വാട്ടർ കണക്ഷൻ വേണം, അല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ എനിക്ക് തോന്നുന്നു CM വെച്ചേക്കുന്നത് കഴിഞ്ഞ 5 വർഷമാണ് 4 ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ. അപ്പോൾ ഒരു വ്യവസായ സംരംഭത്തിന് എത്ര ചെറുതാണെങ്കിലും അതിന് വൈദ്യുതി കണക്ഷൻ വേണ്ടേ? അപ്പോൾ KSEBയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ വൈദ്യുതി കണക്ഷൻ്റെ കണക്കെടുത്താൽ അത് കിട്ടുമല്ലോ, പുതിയ വ്യവസായ കിട്ടുമല്ലോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ആ കണക്ഷൻ്റെ അതും പൊതുസമക്ഷം കിട്ടുന്ന കണക്കല്ല. ഒരുമ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരുമ എന്ന് പറയുന്ന വെബ്സൈറ്റ് അതിലെ ജീവനക്കാരുടെ വെബ്സൈറ്റ്. അതിലെ പ്രശ്നം നമുക്ക് അതിലേക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ ഒരു ജീവനക്കാരൻ മുഖാന്തരം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ പ്ലീസ്. അപ്പോൾ ഈ ഒരുമയിലേക്ക് കടന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരുമ അതിലൊരു ജീവനക്കാരൻ മുഖാന്തരം, ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് കണക്ക് കിട്ടി. ആ കണക്ക് ഇങ്ങനെയാണ്. അതായത് 2016 നമ്പർ ഓഫ് ലോ ടെൻഷൻ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് 1,40,404. നമ്പർ ഓഫ് ഹൈ ടെൻഷൻ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് 4,642. 2026 ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഇങ്ങനെയാണ്. നമ്പർ ഓഫ് ലോ ടെൻഷൻ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് 1,48,879. നമ്പർ ഓഫ് HT കൺസ്യൂമേഴ്സ് 6,780. എന്ന് പറഞ്ഞാൽ 2016 നിന്നും 2026 എത്തുമ്പോൾ 10,613 പുതിയ വ്യവസായ വൈദ്യുത കണക്ഷനാണ് ഉണ്ടാവുന്നത്. എത്രയാണ്? 10,613. അതപ്പോ അത്ര ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വ്യാജമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലല്ല, ആരോപണമല്ല. എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വിഷയം മാത്രമാണോ അല്ല മൊത്തം സമയമില്ലോ. എന്ന് പറഞ്ഞാൽ 10,613 ബാക്കി 4 ലക്ഷത്തെ നമ്മുടെ സംശയമാണല്ലോ ഉണ്ടാവുന്നത്.
ബാക്കി 4 ലക്ഷത്തിന്റെ ബാക്കിയുള്ള ഈ വ്യവസായം എന്താണ്? ഞാൻ വീണ്ടും ഉദ്യമ പോർട്ടലിൽ കയറി, അതിൽ വ്യക്തതയില്ല. പിന്നെ അന്വേഷിക്കുമ്പോഴേക്കും ഇങ്ങനെ കുറെ സംശയങ്ങളുള്ളൂ. നേരത്തെ ഇപ്പൊ കിഫ്ബിയുടെ കാര്യം 1,28,000 കോടിയുടെ ധനലഭ്യത ഉറപ്പാക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെയില്ല. 38,000 കോടിയുള്ളൂ യഥാർത്ഥത്തിൽ. ഇപ്പൊ ഇന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വീടുകളുടെ അത്തരത്തിലുള്ള കാമ്പുള്ള വിഷയങ്ങളിൽ ചർച്ച പോട്ടെ. അങ്ങനെ ഒരു സംവാദം പറഞ്ഞതുപോലെ അത് ടെക്നിക്കലി സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു സംവാദം കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടായാൽ നല്ലത്. സുഹേൽ, ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിലും ജനാധിപത്യവാദി എന്ന നിലയിലും വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടും കൂടിയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വികസനത്തിന്റെ പേരിൽ കേരളത്തിലൊരു സംവാദത്തിന്റെ അവസരം ഒരുങ്ങുന്നെങ്കിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, 10 വർഷം ഒരു സർക്കാർ അധികാരത്തിലിരുന്ന ശേഷവും ഈ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ നാട് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുകയും അതിനെക്കുറിച്ചൊരു സംവാദത്തിന് തയ്യാറാണെന്ന് പറയുന്നതും ഈ സർക്കാരിൻ്റെ, ഈ മുന്നണിയുടെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഇടതു മുന്നണിയിലെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നത് അതും വളരെ ആർജവത്തോടെ എടുത്തൊരു തീരുമാനമാണ്. കാരണം സ്വന്തം മണ്ഡലങ്ങളിൽ ഒരു ആന്റി ഇൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും അവർ അവരവരുടെ മണ്ഡലങ്ങളിൽ പോപ്പുലറാണ് എന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ MLA-മാർ അതാത് മണ്ഡലങ്ങളിൽ വീണ്ടും ജനവിധി തരുന്നത്. അതും ഈ സർക്കാരിൻ്റെയും ഇടതു മുന്നണിയുടെയും വർദ്ധിച്ച ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട കാതലായ വിഷയങ്ങളിലേക്ക് ഒരു സംവാദം വഴി തുറക്കുകയാണ്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം കേരളം അഭിമുഖീകരിക്കുന്ന, ഭാവിയിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ളമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്ന സാഹചര്യം. കേരളം അതിവേഗം ഒരു വയോജന സംസ്ഥാനമായി മാറുന്നു എന്ന നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. കേരളത്തിലെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ, കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വികസനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തുടങ്ങി കേരളത്തിലെ ജനങ്ങളുടെ, മലയാളികളുടെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അതുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. പിന്നെ VD സതീശൻ ഈ സംവാദത്തിന് ഒരുങ്ങുന്നു എന്നതും, അദ്ദേഹം ഏത് സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിക്കും, ഞാൻ അവിടെ വന്ന് സംവാദത്തിന് തയ്യാറാണെന്നത് വെറും ഒരു പാഴ്വാക്കായി മാറാതിരിക്കട്ടെ. 2010 സെപ്റ്റംബർ 13 നമ്മൾ ഇതുപോലൊരു സംവാദത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. അന്ന് ലോട്ടറി വിവാദമായിരുന്നു. അന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും VD സതീശനും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇതുപോലെ സമാനമായ രീതിയിലൊരു സംവാദത്തിന് തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് വയ്ക്കാനുള്ള കാഴ്ചപ്പാടുകൾ, കേരളം ഈ 10 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളോ കോട്ടങ്ങളോ, അതിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇഴകീറിയുള്ള അതിന്റെ പരിശോധനകൾ, ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ, നമുക്കറിയാം അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളുടെ പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളുണ്ട്. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തിയാണ് അവിടുത്തെ ജനം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കേരളത്തിലെ സാമാന്യ ജനതയ്ക്ക് മുന്നിൽ ഞങ്ങൾ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇനി അതിന്റെ വികസന തുടർച്ച എങ്ങനെയാണ് എന്ന് മുഖ്യമന്ത്രിയും, ഞങ്ങൾ അതിലെ പോരായ്മകൾ ഇതൊക്കെയായിരുന്നു, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷവും കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിൽ ആ ഒരു സംവാദമായി വരികയാണ്. അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. പക്ഷെ അതേസമയം നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, നേമത്തും ഇതുപോലെ ഒരു സംവാദ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേമത്ത് V ശിവൻകുട്ടി സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയോട് സംവദിക്കൂ എന്ന് പറയുന്നു. ശബരിനാഥൻ UDF-ന്റെ സ്ഥാനാർത്ഥി പറയുന്നു അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കട്ടെ. അവിടെയും ഡീൽ ആരോപണമാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കും, ഞാനും ജനവും, അങ്ങനെ ഡബിൾസ്, അങ്ങനെ നമുക്കൊരു സംവാദം നടത്താം. ഇങ്ങനെയുള്ള വീണ്ടും വീണ്ടും രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് പോകാതെ കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിൽ ഒരു വൈറ്റ് പേപ്പർ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനും അതിന്റെ ബദൽ നിർദ്ദേശങ്ങൾ വെക്കാനും പ്രതിപക്ഷത്തിന് കഴിയുമെങ്കിൽ മാതൃകാപരമായ ഒരു രീതിയായിരിക്കും. ഞാനിന്ന് ഈ നിയമത്തെ സംവാദത്തെക്കുറിച്ച് അദ്ദേഹമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല ഞാൻ ഈ അഭിമുഖം അവസാനിച്ചപ്പോൾ ഓഫ് ദ റെക്കോർഡിലും അദ്ദേഹത്തോട് ചോദിച്ചു. വലിയ അപകടം പിടിച്ച കാര്യമല്ലാത്തതുകൊണ്ട് നമുക്കത് വെളിപ്പെടുത്താവുന്നേ ഉള്ളൂ. അദ്ദേഹം ഈ സംവാദം മാത്രമല്ല ഇതിനൊരു സമയവും കാലവും ഒക്കെ നിശ്ചയിച്ച് അദ്ദേഹത്തോട് കമാൻഡ് ചെയ്യാൻ V ശിവൻകുട്ടി ആരാണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഓൾറെഡി ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കുമല്ലോ. എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു സംവാദം നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം അത്ര സീരിയസ് അല്ല. മാത്രമല്ല ശിവൻകുട്ടി അത് എന്തോ ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമായിട്ട് അദ്ദേഹം കാണുന്നുള്ളൂ. ഒരു രാഷ്ട്രീയ ഗിമിക്കായിട്ട് മാത്രമേ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സംവാദം നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നിൽ ഈ ശിവൻകുട്ടിയുടെ ഒരു വലിയൊരു സംവാദം നടത്തി
ഒരു രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ സംവാദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അവിടുത്തെ സംവാദമാണ് ആത്യന്തികമായി അവിടുത്തെ വിജയത്തെയും പരാജയത്തെയും ഒക്കെ തീരുമാനിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ നമുക്കറിയാം 85 ലക്ഷം വീടുകളിൽ ടെലിവിഷൻ സാന്നിധ്യമുണ്ട്. ഇത്രയും DTH കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ TV-യും അതേപോലുള്ള മാധ്യമങ്ങളും കാണുന്ന ഒരു സമയത്ത് ഇത്രയും 36 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടടിക്കുന്ന പാലക്കാട് പോലുള്ള മണ്ഡലങ്ങൾ സംസ്ഥാനത്തുള്ളപ്പോൾ ഈ ടെലിവിഷൻ വഴി നേരിട്ട് നടത്തുന്ന ചില സംവാദങ്ങളിലൂടെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ കിട്ടും. ഒരുപക്ഷെ ഈ പൊതുയോഗങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാം. മാറിയ കാലത്ത് പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് ഇത്തരം സംവാദങ്ങൾക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം വഴിമാറേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജെയിംസ്റ്റീൻ പറഞ്ഞ പോലെ തന്നെ സംവാദങ്ങൾ അതൊരു പുതിയൊരു പ്രതീതി ഉണ്ടാക്കുന്നു. അതൊരു ശുഭകരമായ പ്രതീതി ആവട്ടെ എല്ലാവരും. അതായത് അവിടെ ഇവിടെയൊക്കെ ചെന്ന് ആരോപണങ്ങൾ പറയുന്നതിന് പുറത്തേക്ക് പരസ്പരം സംസാരിക്കുക, അവിടെ ക്ലാരിറ്റി കൊടുക്കുക, അത് കാണുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രസ്താവനകൾ ഏത് വിശ്വസിക്കാമെന്ന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അസിതയിലേക്കാണ്. അസിത 10 വർഷം ഭരിച്ച സർക്കാരാണ്. സാധാരണയിലധികം വികസനം നാട്ടിൽ കൊണ്ടുവന്നു എന്നൊരു ആത്മവിശ്വാസം ഇടത് സർക്കാരിനുണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചലഞ്ച് അത് ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. 2, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇഴകീറി പരിശോധന ഉണ്ടായാൽ പാളുമോ? സുഹൈൽ, ഞാൻ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരും. പക്ഷെ അതിലപ്പുറം ഏറ്റവും പ്രധാനം 10 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാർ വീണ്ടും ഒരു ജനവിധി തേടുമ്പോൾ അവർ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നത് തന്നെയാകണം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഇപ്പോൾ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് സുഹൈലും പറഞ്ഞു. ഏറ്റവും പ്രധാനം എന്തൊക്കെയാണ്? സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകം വിതരണം ചെയ്ത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയ, ആരോഗ്യമേഖലയെ ഹെൽത്തിയാക്കിയ, റോഡുകൾ നന്നാക്കിയ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വികസനമാണ്. അത് 2010 ഉമ്മൻചാണ്ടി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണയിലധികം അല്ലെങ്കിൽ അമാനുഷികം, ഞാൻ തൽക്കാലം കുറഞ്ഞ അങ്ങനെ ഒരു വികസനം കേരളത്തിൽ നടന്നു എന്നുള്ളതാണ്. കാരണം ആ വർഷത്തിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മുടെ പൊതുബോധവും നമ്മുടെ പൊതുസമൂഹമൊക്കെ ഒരുപാട് പ്രോഗ്രസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കോവിഡ് കണ്ട നാടാണ്. ഈ പറഞ്ഞ പോലെ പുസ്തകം അതൊരു വലിയ വികസനം തന്നെയാണ്. നമ്മൾ താരതമ്യപ്പെടുത്തുന്നതിന് അപ്പുറത്തേക്ക് പുസ്തകമുണ്ടോ, മെഡിക്കൽ കോളേജ് ഉണ്ടായോ എന്നതിന് അപ്പുറത്തേക്ക് ഫ്ലാഗ്ഷിപ്പായി ഈ സർക്കാരിന് മാത്രം എടുത്തുയർത്താനാകുന്ന വികസനം എന്തൊക്കെയായിരിക്കും മുന്നോട്ട്? സുഹൈൽ, നമ്മൾ ഈ വികസനം എന്ന് പറയുമ്പോൾ അതിനെ കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൂടിയാണിത്. ഇപ്പോൾ ശരിയാണ്, ഗ്രാജുവലി ഉണ്ടായ മാറ്റങ്ങൾ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വികസനത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ മനുഷ്യനിലേക്കും ഇത് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. നോക്കൂ, ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിന് അയക്കുന്ന സർക്കാരാണിത്. അപ്പോൾ അത്തരം ഒരുപാട് മേഖലകളിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വാർത്തയായി കൊടുത്തൊരു പാലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ. 12,000 മനുഷ്യർ ജീവിക്കുന്ന ഒരിടത്തേക്ക് 100 കോടി രൂപ മുടക്കി പാലം നിർമ്മിച്ചപ്പോൾ അങ്ങനെ ഒരു 10 വർഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ 10 വർഷത്തെക്കുറിച്ച് സംസാരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, LDFും ഈ സർക്കാരും വളരെ ആത്മവിശ്വാസത്തിലാണ്. അവർ 10 വർഷം ചെയ്ത കാര്യങ്ങളിൽ അതിലൊരു തർക്കവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റായി ഞാനും കാണുന്നത് അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത് അഴിമതിയില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അതാ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ രമേശ് ചെന്നിത്തല എന്ന നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഴിമതി ആരോപണം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അത് ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയിട്ട് പോലും. അപ്പോൾ ഈ സ്പ്രിംഗ്ലറും ഒക്കെയായി ബന്ധപ്പെട്ട് മുൻപ് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദത്തിൽ കോടതിയിൽ നിന്ന് വരെ വലിയ തിരിച്ചടി കിട്ടിയത് അവരുടെ മുന്നിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ടായിരിക്കണമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ആരോപണം പോലും ഉയരാത്തത്. അപ്പോൾ ഈ നമ്മൾ വികസനം വികസനം എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് പ്രശ്നം. റോഡും പാലവും മാത്രമല്ല വികസനം, ഓരോ മനുഷ്യനിലേക്കും സർക്കാർ സംവിധാനം എങ്ങനെ എത്തി എന്നതിന്റെ വിലയിരുത്തലാകണം. അതിൽ ഈ സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് 10 വർഷങ്ങളിലെ അനുഭവം. അത് താരതമ്യപ്പെടുത്തിയാലും ശരി, അവരായി തുടങ്ങിയാലും ശരി. ഒറ്റ വരി എനിക്ക് ആഡ് ചെയ്യാനുള്ളൂ. അസിത പറഞ്ഞതുപോലെ എനിക്ക് അതിനകത്ത് ഒരൊറ്റ കാര്യത്തിലൊരു വിയോജിപ്പല്ല, എനിക്ക് വേറെ ഒരു കാഴ്ചപ്പാടുള്ളത്. അതായത് ഇപ്പോൾ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കേട്ടതാണ്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് വേറൊരു അഭിപ്രായമാണുള്ളത്. അതായത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി നേതാവോ പരസ്യമായി ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ മാത്രമല്ല, അത് പൊതുജനത്തിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടി ആയിരിക്കും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. സിസ്റ്റം എന്ന നിലയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ അഴിമതികൾ പോലും ആരോപണമല്ല, അതുകൂടി ചേർന്നാണ്. അല്ലാതെ ഈ പറഞ്ഞ പ്രത്യക്ഷത്തിലുള്ള ഒരു വലിയ ആരോപണം അതാണ് അഴിമതി എന്ന് മാത്രം കണക്കാക്കാൻ പറ്റില്ല. ദിലീപേട്ടിലേക്കാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് കേരളം കാത്തുസൂക്ഷിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ ആണെങ്കിൽ അത് 65 ലക്ഷം പേർക്കുണ്ട്. 30 തൊട്ട് 60 വയസ്സുള്ള സ്ത്രീകൾക്ക് അവർക്കൊരു 1000 രൂപയുടെ പെൻഷൻ കിട്ടുന്നു, വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നു. അങ്ങനെ മൊത്തം വോട്ടർമാർ 2.5 കോടിയിൽ ഏതാണ്ട് 1 കോടി പേർ ഡയറക്റ്റ് ആയിട്ട് സർക്കാരിന്റെ സാമൂഹ്യക്ഷേമം കൈപ്പറ്റുന്നവരാണ്. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്.
അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് കഴിഞ്ഞ സർക്കാരുകൾ, ഉമ്മൻചാണ്ടി സർക്കാരിനടക്കം കൊടുത്ത കാര്യങ്ങൾ, അതിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ആ കാലത്ത് വികസനമേ ഉണ്ടായിട്ടില്ല, വികസനം മുരടിപ്പായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ലോജിക് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും അതിൽ സുഹേൽ? ഇതിൽ ആദ്യം തന്നെ നേരത്തെ SKN പറഞ്ഞതുപോലെ നേമത്തെ സംവാദം നടക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സംവാദവും നടക്കാനുള്ള സാധ്യത കുറവാണ്. മുഖ്യമന്ത്രി സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, പിന്നാലെ പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ സ്ഥലവും സമയവും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ആ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പഴയ ലോട്ടറി കാലത്തെ ആ സംവാദമായിരുന്നു. അന്ന് ഇതേപോലെ ധനമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അന്ന് MLA ആയിരുന്ന VD സതീശൻ ഈ സംവാദത്തിന് തയ്യാറായത്. അന്ന് തോമസ് ഐസക്ക് പറഞ്ഞത് ഞാൻ സംവാദത്തിന് ക്ഷണിച്ചത് ഉമ്മൻചാണ്ടിയാണ്, അപ്പോൾ ഉമ്മൻചാണ്ടിയല്ല VD സതീശനാണ് വരുന്നതെന്ന് അറിയിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപകുമാറിനെ അയക്കാം എന്നായിരുന്നു അന്ന് ധനമന്ത്രി ആദ്യം പറഞ്ഞത്. പിന്നീട് ധനമന്ത്രി ആ സംവാദത്തിന് തയ്യാറായി. ഏതായാലും ഇത്തരം സംവാദങ്ങൾ അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ മാതൃകകളിൽ ഒന്നായിരിക്കും അത്തരം സംവാദം. കാരണം ഏതെങ്കിലും ഒരു വലിയ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഇങ്ങനെ മൂന്ന് മുന്നണികളുടെയും നേതാക്കൾ അവരവർ നടപ്പാക്കാൻ പോകുന്ന, അവർ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എന്താണ്, അവരുടെ രാഷ്ട്രീയ നയം എന്താണ് എന്നൊക്കെയുള്ള ഒരു വലിയ സംവാദം നടക്കുകയാണ്. മൂന്ന് മുന്നണികളുടെയും നേതാക്കളെ വെച്ചുകൊണ്ടുള്ള ഒരു സംവാദം നടക്കുന്നു. അതെല്ലാവരും തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാലത്തെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വോട്ടർമാർക്ക് അവരെ വിലയിരുത്താൻ, ഈ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നടക്കുന്നത് പോലെ അങ്ങനെ വോട്ടർമാർക്ക് ഈ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന നയം എന്താണ്, അവരുടെ പരിപാടികൾ എന്താണ്, അവർ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാവുകയും അവർക്കത് വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു കാലത്തേക്ക് ഏതായാലും നമ്മുടെ ഈ കേരളം അതിനൊരു മാതൃക, രാജ്യത്ത് അങ്ങനെ മാതൃകയില്ല. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് LK അഡ്വാനി, BJP നേതാവ് LK അഡ്വാനി മൻമോഹൻ സിംഗിനെ, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ ഇത്തരം ഒരു സംവാദത്തിന്, അമേരിക്കയിലേതുപോലുള്ള ഒരു സംവാദത്തിന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയും ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി എന്ന് മൻമോഹൻ സിംഗിനെ അന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി സംസാരിക്കില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അന്ന് LK അഡ്വാനിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ക്ഷണമുണ്ടായി. കോൺഗ്രസും പ്രധാനമന്ത്രിയും ഒക്കെ അന്ന് അത് തള്ളിക്കളയുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയാം. 2024 സംവാദത്തിന് ക്ഷണിച്ചത് രാഹുൽ ഗാന്ധിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. അത്തരമൊരു പരസ്യ സംവാദത്തിന് നേതാക്കൾ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കാലത്തേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ചരിത്രമാകും, അതൊരു പുതിയ സംഭവമായിരിക്കും. സുഖയിൽ എനിക്കതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിന്ന് നമ്മുടെ NDA നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷനോട് ഒരു കാര്യം ചോദിച്ചു, എത്ര മണിക്കാണ് അങ്ങ് പ്രവർത്തനം തുടങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാൻ VD സതീശനോടും ഒക്കെ മുഖ്യമന്ത്രിയോടൊക്കെ ഈ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ സജീവമായി നമ്മൾ മണ്ഡലത്തിൽ ഇറങ്ങുകയാണ്. അപ്പോൾ വീടാന്തരം കയറി ഇറങ്ങുള്ള പ്രവർത്തനം ചോദിക്കലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് നിർത്തി വെച്ചേ പറ്റൂ. പിന്നീട് അവർ ഉച്ച കഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും മാത്രമേ ഇത് ആരംഭിക്കാൻ പറ്റൂ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഒരു 7-ാം തീയതി ആകുമ്പം കുട്ടിക്കലാശമാകും. അപ്പോൾ അതുകൊണ്ട് ഈ വീടുകൾ കയറാനുള്ള സമയം അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയും വലിയ ചൂട്, പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ 36 മുതൽ 38 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് പോകുന്ന ഈ സമയത്ത് ഈ പരസ്യ സംവാദങ്ങൾക്ക് ഏറ്റവും വലിയ സാധ്യത, കേരളം പോലെ പ്രവചനാതീതമായ കാലാവസ്ഥയുള്ളൊരു സംസ്ഥാനത്ത്, ഇത്രയും ചൂടിന് സാധ്യതയുള്ളൊരു സംസ്ഥാനത്ത് ഇത്രയും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ വോട്ടേഴ്സിൻ്റെ ഇടയിൽ കഴിയാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കെ ഈ പരസ്യ സംവാദം നല്ലൊരു സൂചനയാണ്. അത് നടക്കുന്നത് നല്ലതാണ്. കാരണം ജനങ്ങൾക്ക്, കാരണം ഇവർക്കിപ്പം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇത്തരമൊരു സംവാദത്തിൽ നേർക്കുനേർ വന്നാലും അവരെത്രയോ പ്രാവശ്യം നിയമസഭയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്, പരസ്പരം സംവദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇവർ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനമാണ് നടത്താൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് ഇത് ഒരുപക്ഷെ നമ്മുടെ വർത്തമാനകാലത്ത് ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങൾക്കപ്പുറം ഇവർ ചെയ്തു വെച്ച 10 കൊല്ലക്കാലത്തെ ഭരണ നേട്ടം എന്ന് പറയുന്നത് ശരിക്കും അത് ജനങ്ങളിൽ എത്തിയോ? അതല്ല ഇവർക്ക് അതിലും വലിയൊരു ഭരിച്ചു മുടിച്ചു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വരും കാലത്തേക്ക് വയ്ക്കാൻ, അല്ലെങ്കിൽ അടുത്ത 5 കൊല്ലത്തേക്ക് വയ്ക്കാൻ ഒരു ബദൽ പദ്ധതി ഇവരുടെ കയ്യിലുണ്ടോ എന്ന് ജനങ്ങൾക്ക് പരിശോധിക്കാനും പറ്റിയ സമയമായിരിക്കും. അതുകൊണ്ടൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ സംവാദത്തിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിലവർക്കൊരു രാഷ്ട്രീയമായ മകാമനസ്കത ഉണ്ടാകണം എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാലേ
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പി രാജീവൻ പറയുന്നത് ഈ പറയുന്ന SDPI കൊണ്ടുവരുന്നത് വികസനം ചർച്ച ആവാതിരിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യം മുതൽ തന്നെ വികസനം ചർച്ചയാക്കാൻ LDF നോക്കുമ്പോഴൊക്കെ മറ്റു വിഷയങ്ങൾ പെട്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല കാര്യം അപ്പോൾ എന്ന് പറഞ്ഞാൽ LDFന് ഇത് ഏറ്റവും നല്ല സുവർണാവസരമാണ് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്ക് വഴിതുള്ളൂ. ഇനി എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും എത്ര ടൈറ്റ് ഷെഡ്യൂളാണെന്നോ, ഇപ്പോൾ നിയമസഭയിലെ ചർച്ചയാണെങ്കിൽ പലരും ചെതറിപ്പോകുന്ന ചർച്ചയാണ്. ഇത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്നുള്ള ഗംഭീരമല്ലേ? മട്ടന്നൂർ മണ്ഡലത്തിൽ വികസനം വിഷയമാകുമ്പോൾ വോട്ടർമാർക്ക് സമ്മിശ്ര പ്രതികരണം. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അനുജ രാജേഷും സ്മിത ഹരിദാസും ചേരുന്നു. കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. ചേട്ടാ എങ്ങോട്ടാ പോകാൻ? നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് ഞങ്ങള് 24 ഞങ്ങൾക്കൊരു മണ്ഡലം ചുറ്റും മഹിളകൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അപ്പൊ അതിൽ ഇലക്ഷന്റെ ഒരു പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇവിടെ തന്നെയാ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ? ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ അറിയാൻ ഞങ്ങൾ ഇറങ്ങിയത്. എങ്ങനെയുണ്ട് പ്രചാരണം? സനോജ് ജയിക്കും. ടീച്ചർ മാറിയല് വിഷമമുണ്ടോ? മണ്ഡലം മാറിയൽ വിഷമം എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. എങ്ങനെയാണ് മണ്ഡലത്തിന്റെ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതാണ്. ശരി എന്ന് പറഞ്ഞാല് നമ്മള് മാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഈ ഇലക്ഷൻ വന്നാല് പിന്നെ ആണല്ലോ പ്രതിനിധീകരിച്ചോണ്ടിരുന്നത്. ഇവരെ ശൈലജ പ്രതിനിധീകരിച്ചു. അപ്പൊ ഇപ്പൊ നല്ല അതിന് മുമ്പേ വന്നത് എങ്ങനെയാന്ന് വെച്ചാല് പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി ഒരു മുമ്പത്തെ കരുത്തനായിരുന്നില്ല, ഇപ്പോഴത്തെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. സർക്കാരിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് മാറണം എന്നാണ്? സർക്കാർ മാറണം എന്നാണ് നമ്മളെ അഭിപ്രായം. മാറ്റം വേണമെന്നാണോ? മാറ്റം ഇവിടെ ഉറപ്പായിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ജനങ്ങള് കാത്തിരുന്നൊരു സമയമാണ് ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കടന്നു വന്നില്ല. അതുകൊണ്ട് മാറ്റം ഉറപ്പായാലും ഉണ്ടാവും. ബസ് സ്റ്റാൻഡിന്റെ പ്രശ്നം എന്താ? ബസ് സ്റ്റാൻഡിൽ എന്താ സൗകര്യം ഉള്ളത്? ഇവിടെ നിങ്ങൾക്ക് ഒരു ബസ് വന്നിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടോ? ഒരു ക്ലോക്കാണ് കൊണ്ടായിട്ടുള്ളത്. വേറെ ഒരു വികസനം ഇല്ല ഇവിടെ മട്ടന്നൂർ. അതാണ് അവസ്ഥ. മണ്ഡലത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? മണ്ഡലത്തിൽ ഒരുപാട് വികസനം നടന്നിട്ടുണ്ട്. നമ്മൾ പുതിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. റോഡിന്റെ കാര്യം ഇപ്പൊ 2-3 പേര് പറഞ്ഞു. എന്താ നിങ്ങളുടെ അഭിപ്രായം? റോഡ് ഇപ്പൊ നോക്കും നിങ്ങൾ വന്ന വഴിക്ക് റോഡൊക്കെ ഉണ്ട്. ഇവിടത്തെ പൾസൊക്കെ എങ്ങനെ ഉണ്ട് ചേട്ടൻ നോക്കിട്ട്? മട്ടന്നൂരിലെ രണ്ടും നല്ല വ്യക്തികളാണ്. ആര് ജയിക്കും ആര് നോക്കും പറയാൻ പറ്റില്ല. അപ്പൊ സർക്കാരിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സർക്കാർ ഇതുവരെ പെൻഷൻ വാങ്ങാനാണ് നല്ലതേ പറയാം. ഓക്കെ, തുടരണം എന്നൊരു അഭിപ്രായമാണോ? തുടരണോ? 3ാം വട്ടവും വരണം എന്നാണോ? ജനങ്ങളാണ് തീരുമാനിക്കുക. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഇടുങ്ങിയ ഒരു ബസ് സ്റ്റാൻഡാണിത്. നിങ്ങൾ ഇവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് പകല് മാത്രമല്ല, ഇവിടെ രാത്രിയും തിരക്കാകുന്ന ഒരു ബസ് സ്റ്റാൻഡ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മൈസൂർ ബാംഗ്ലൂരുകളിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ സ്റ്റാൻഡിൽ കയറ്റിയിട്ട് സ്റ്റാൻഡിൽ കയറ്റാൻ പറ്റുന്നില്ല. അടിതട്ടി പരാതികൾ ധാരാളം പറയാനുണ്ട്. ഒരുപാടുണ്ട് പരാതികൾ പറയാൻ. മാറണം എന്നുള്ളതാണ്. മാറണം. മട്ടന്നൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഒരു ബൈപ്പാസ് വേണം. ഇവിടെ മട്ടന്നൂരിന്റെ കാര്യമോ? മട്ടന്നൂര് നമ്മുടെ ഒന്നും ജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മുടെ സനോജ്, അതിൽ യാതൊരു സംശയമില്ല. സനോജ് ഉഷാറായിട്ട് ജയിക്കും. ശരി, ഒരു 8 ദിവസം മാത്രമാണ് പരസ്യപ്രചരണം അവസാനിപ്പിക്കാനുള്ള. എല്ലാ മുക്കിലും മൂലയിലും വോട്ടർമാരെ കാണാൻ എത്തുക എന്നുള്ളത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തിരക്കി പിടിച്ച പരിപാടിയാണ്. എത്രത്തോളം പോസിബിൾ ആകുമെന്ന് അറിയില്ല. നമ്മൾ പതിവില്ലാത്ത രീതിയിൽ വളരെ വേഗത്തിലെത്തിയൊരു തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രതീതിയുണ്ട്. അപ്പോൾ ഈ അവസാനവട്ട സമയത്ത് ഓരോ പുതിയ പ്രശ്നങ്ങൾ വരുന്നു, പുതിയ ഫോക്കസ് ഷിഫ്റ്റുകൾ ഉണ്ടാകുന്നു. ഡീലിൽ തുടങ്ങി അത് സ്വർണ്ണക്കൊള്ളയിൽ എത്തിയപ്പോൾ ഏറ്റവും ഒടുക്കം വികസനത്തിലേക്ക് എത്തി നിൽക്കുന്നു. നാളെ എന്ത് വിഷയം ഉണ്ടാകും എന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത വിധം, എന്താണ് ഉണ്ടാകുക എന്ന് നമുക്കൊരു സൂചന കിട്ടാത്ത തരം നമ്മുടെ ഈ പ്രചാരണ ഗോത മാറുന്നുണ്ടോ ജിക്ക്? സുഹേൽ, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയിൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാതലായ വിഷയം, അതായത് വികസനം നടന്നോ നടന്നില്ലേ, അല്ലെങ്കിൽ ഭാവി വികസനം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു സംവാദം, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു ചർച്ച, അല്ലെങ്കിൽ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം നില ഉയർന്നു വന്നിട്ടില്ലായിരുന്നു. ഇനി അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാകുന്നു. സ്ഥലവും തീയതിയും നിശ്ചയിക്കാൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ആ ഒരു സംവാദത്തിന് വളരെ ആകാംക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. വളരെ നമ്മളെ അങ്ങ് ത്രില്ലാക്കുന്ന, അതായത് ഓരോ വോട്ടറെ സംബന്ധിച്ചും വളരെയധികം പ്രതീക്ഷയും ആകാംക്ഷയും നൽകുന്നതാണ് ആ സംവാദം. അങ്ങനെ ഒരു സംവാദം നടന്നാൽ അത് നടക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ സംവാദം അവസാനിപ്പിക്കാം. തീർച്ചയായും അങ്ങനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഓരോ ദിവസം ഓരോ വിഷയമാണ്. ഡീലിൽ തുടങ്ങി ഏറ്റവും അവസാനം വികസനം എത്തിയിട്ടുണ്ട്. അങ്ങനെ ജനസാധാരണമായ വിഷയം എന്ന രീതിയിൽ വികസനം മുൻനിർത്തിയുള്ള തുടർ ചർച്ചകൾ നാളെ ഉണ്ടാകുമോ? ആർക്ക് എന്ത് കിട്ടി, സർക്കാർ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് മനുഷ്യനെ സംബന്ധിച്ച്, വോട്ടേഴ്സിനെ സംബന്ധിച്ച്, ആർക്ക് നിഷ്പക്ഷമായ വോട്ടിനെ സംബന്ധിച്ച് ആർക്ക് ഹിതം രേഖപ്പെടുത്തണം വേണ്ടാത്ത കാലം തീരുമാനമെടുക്കുക. എന്തായാലും ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് ഇന്ന് പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി.